പ്രണയങ്ങൾ ഇഷ്ടം പോലെ സ്ത്രീകളോട് തന്നെയായിരുന്നു. പിന്നെ അല്ലാതെ പക്ക സ്ട്രൈറ്റ് ആണ്. സ്ട്രേറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞ അടുത്ത വിവാദമാവും. എയർപോർട്ടിൽ നിന്ന് എന്നെ വിളിച്ചതാ. ഞാൻ ലോക്ക് എൻ്റെ ഫോണെല്ലാം മേടിച്ച് വെച്ച് ഇനി നീ പോവില്ല, പാസ്പോർട്ട് തരില്ല, ആ ഒരു സംഭവം. എങ്ങനെ കൈയെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്, മരിക്കാൻ വേണ്ട ആ കൂടെ. കൈ കട്ട് ചെയ്തിട്ടുണ്ടോ? അതിന് പേരില്ല. സത്യം പറഞ്ഞാൽ ഓപ്പണായി പറയട്ടെ, ഈ ട്രാൻസ് എന്നുള്ള സാധനത്തിനെ എൻ്റെ വാപ്പല്ലേ, എൻ്റെ വാപ്പാൻ്റെ കൂടെ ഞാൻ എൻ്റെ വാപ്പാൻ്റെ പെങ്ങന്മാരൊക്കെ തമിഴ്നാട്ടിൽ അടിച്ചു. അവിടെ പോകുമ്പോൾ ഈ ട്രെയിൻ എന്നൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. നമ്മളെല്ലാവരും ഇതിൻ്റെ കൂടെ ഉണ്ട്. പക്ഷേ ആശയ്ക്ക് പറ്റുമോ അത്? എനിക്ക് ഒരു തേപ്പ് കിട്ടിയിട്ടില്ലതാ. ഇൻഷാല്ലാ മരിക്കും വരെ എങ്ങനത്തെ പോട്ടെ. ഒരുപാട് ആൾക്കാർ രണ്ടുപേരെയും തിരിപ്പിക്കാൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. ഇവർ തമ്മിൽ ഇതെന്താ പരിപാടി, ഇതെന്താ സംഭവിക്കുന്നത്? ഹലോ, ഹായ്, നമസ്കാരം. ഇറ്റ്സ് മീ ഷെബിൻ ബറുവ. വെൽക്കം ബാക്ക് ടു another episode of My Media Originals. Not just a shirt, a statement. One that no one else has. The kind that makes everyone turn, stand out, be unforgettable. Celebrity shirts evolved from Lensman shirts. Lensman shirts. Frisser. Centerpoint. MG Road. Frisser. ഈ വ്യക്തിയെ, ഇന്ന് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ വ്യക്തിയെ ഒറ്റയ്ക്ക് ഇന്ന് വരെ ഒരാളും കണ്ടിട്ടുണ്ടാവില്ല. എന്നും മറ്റൊരു വ്യക്തിയുടെ കൂടെയാണ് അദ്ദേഹത്തെ കാണാറ്. ഒരിക്കൽ പോലും ഒറ്റയ്ക്കൊരു വീഡിയോയിലോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിലോ അല്ലെങ്കിൽ ഒരു അഭിമുഖത്തിലോ എന്ന് വേണ്ട ഒരു പൊതു പ്ലാറ്റ്ഫോമിലും ഒറ്റയ്ക്ക് അദ്ദേഹത്തെ കാണാം. ആദ്യമായിട്ട് ഒറ്റയ്ക്ക് നമുക്ക് മുന്നിൽ അദ്ദേഹം വന്നിരിക്കുകയാണ്. മറ്റാരുമല്ല, ആശിയാണ് ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത്. ആശി, നമസ്കാരം. നമസ്കാരം. നമ്മുടെ എല്ലാവിധ സ്വാഗതവും ആദ്യമേ നൽകുന്നു. സ്വാഗതം. എങ്ങനെയുണ്ട് ഇപ്പോൾ കാര്യങ്ങൾ? എങ്ങനെ പോകുന്നു? കാര്യങ്ങൾ നല്ല രീതിയിൽ പോകുന്നു. ജാസി ഏതാണെന്നൊക്കെ ഏകദേശം പല ഇൻ്റർവ്യൂയിലൂടെയും ജനങ്ങൾ മുഴുവൻ അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ആശി ആരാണ്? ആശി എവിടെ ജനിച്ചു? ആശിയുടെ ലൈഫ് അറിയില്ല, ഒന്നും അറിയത്തില്ല, ഒരാൾക്കും അറിയത്തില്ല. നിങ്ങളും എനിക്ക് തോന്നുന്നു അങ്ങനെ റിവീൽ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് അല്ലേ? ആരാണ് ആശി? ഞാൻ പാലക്കാടുകാരനാ. പാലക്കാട് ജനിച്ചു. തലശ്ശേരി ഫാമിലീസ് എല്ലാം തലശ്ശേരി കൂടുതലുണ്ട്. പിന്നെ ഞാൻ 2013 പ്ലസ് ടു വരെ പഠിച്ചു. ആഫ്റ്റർ ദുബായ്. ചെറുപ്പകാലത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ചെറുപ്പകാലം എങ്ങനെയായിരുന്നു ചെറുപ്പകാലം? നോർമൽ എല്ലാ ആൺകുട്ടികളെയും പോലെ തന്നെയായിരുന്നു ചെറുപ്പകാലം. ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. ഞാൻ ഫുട്ബോൾ കളിച്ച് നടന്ന് എല്ലാ അവരിനെ പോലെ തന്നെ ഒരു പ്ലസ് ടു എല്ലാം കഴിഞ്ഞ് പിന്നെ നമുക്കൊരു സംഭവം വരുമല്ലോ, പുറത്തു പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പ്ലസ് ടു ഫുള്ളാക്കിയില്ല, പ്ലസ് ടു പകുതി വരെ പോയി. പിന്നെ ആ ഒരു മെയിനിൽ അങ്ങനെ ദുബായ്, ഫസ്റ്റ് ടൈം അബുദാബിയാണ് പോണത്. സ്വാഭാവികമായിട്ടും അത്യാവശ്യം കാണാൻ വലിയ കുഴപ്പമില്ലാത്തൊരു വ്യക്തി എന്ന നിലയിൽ പ്രണയങ്ങൾ, കാര്യങ്ങൾ എന്തെങ്കിലും ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. പ്രണയം സ്ത്രീകളോട് തന്നെയായിരുന്നു. പിന്നെ അല്ലാതെ അപ്പോൾ ഈ പക്ക സ്ട്രൈറ്റ് ആണ് അല്ലേ? പക്ക സ്ട്രൈറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞ അടുത്ത വിവാദമാവും. സ്ട്രൈറ്റ് ആണ് അങ്ങനെ പറയാൻ പാടില്ല എന്നല്ല, പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ സ്ട്രൈറ്റ് ആണെന്ന് ഞാൻ പറയുന്നതൊക്കെ. പക്ഷെ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റി, ഞാൻ കൊച്ചി വന്നപ്പോഴേ കയറില്ല ഒരുപാട് വിവാദങ്ങൾ. ഞാൻ പറഞ്ഞ ഒരുപാട് പൊങ്കാലകൾ വരും. ആശി സ്ട്രൈറ്റ് അല്ല, അതല്ല അറിയാലോ. അതെ. ആദ്യത്തെ പ്രണയം എന്താണ്? സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ ആയിരിക്കും എന്താണെങ്കിലും, എല്ലാവരും അങ്ങനെയാണല്ലോ. എന്താണ് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ ഇപ്പോൾ? ഒരു 8ലെല്ലാം പഠിക്കുമ്പോഴായിരുന്നു. പേര് വെളിപ്പെടുത്തിക്കോ. എത്രയോ പേര് കാണും. പേര് വെളിപ്പെടുത്തുന്ന താല്പര്യമില്ല. ആ കുട്ടിയായിരുന്നു ഫസ്റ്റ് വന്ന്. എനിക്കും ഇഷ്ടമുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ചെറുപ്പത്തിലെല്ലാം മെയിൻ സ്കൂൾ ഒരു ഡോൺ ആകണം, ആ ഒരു മെയിൻ അല്ല വില്ലന. പിന്നെ നമ്മുടെ സ്കൂളിന്റെ അടുത്ത് തന്നെ, സ്കൂളൊന്നും കൂടുതൽ പോക്കില്ല. ഫുട്ബോൾ സ്കൂൾ ടീമിൽ കളിക്കുന്നുണ്ട്. പിന്നെ സ്കൂളിൽ അടുത്ത് തിയേറ്റർ, സ്കൂൾ ഒട്ടടിക്കും, പടത്തിന് പോകും. ആ ഒരു മോഡായിരുന്നു. ഫുൾ ചില്ലായി നിൽക്കുക. അപ്പത്തെ പിള്ളേരുടെ കൂടെ ഒക്കെ അലമ്പ് കളിച്ച് നടക്കുന്ന മോഡായിരുന്നു. അപ്പോഴേ കുട്ടി വന്ന് ഫസ്റ്റ് പ്രപ്പോസ് ചെയ്യണത് ഇഷ്ടമാണോ ചോദിച്ച്. അപ്പൊ എനിക്ക് തൽക്കാലം ഫാത്തിമ ആമിന എന്തെങ്കിലും പറയാം. ആമിന വന്ന് പ്രപ്പോസ് ചെയ്തു. ആശി വിത്ത് ആമിന. അല്ല, ഫസ്റ്റ് ലവ് ലെറ്റർ ആയിരുന്നു. ഫസ്റ്റ് ലവ് ലെറ്റർ ഏത് കാലഘട്ടം? 2010. ഇപ്പൊ എത്ര വയസ്സുണ്ട് ആശിക്ക്? ഞാൻ 2013 ഗൾഫിൽ പോണത്. 13 ഗൾഫിൽ പോകുന്നത്. അപ്പൊ 2000 വയസ്സ് പറയാനൊരു ബുദ്ധിമുട്ടുള്ള പോലെ? ഇല്ല 30 30 വയസ്സേ ഉള്ളൂ. വയസ്സുള്ളൂ. പ്ലസ് 8ലെല്ലാം പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് ലെറ്റർ ലവ് ലെറ്റർ കിട്ടി. അപ്പൊ നമ്മള് 2013 കഥയാണെന്നാണ് നമ്മൾ പറഞ്ഞോണ്ടിരുന്നത്. ഫസ്റ്റ് വായിച്ചു നോക്കാൻ ഒരു മൂടൊന്നും ഉണ്ടായില്ല. പിന്നെ എന്റെ ഫ്രണ്ടിന്റെ പറഞ്ഞ് വായിച്ചു നോക്കി. അപ്പൊ അത്യാവശ്യം കൊള്ളാവുന്ന ലെറ്റർ ആയിരുന്നു.
എന്തായിരുന്നു ഇതിന്റെ അകത്ത് എഴുതിയിരുന്നത്? പൊളിയായിരുന്നു. പൊളിയായിരുന്നു. മറ്റേ സാധനമാണോ എന്നെ മറന്നാലും പഴയ എന്നെ പഠിച്ചാലും പഴയ എന്നെ ആൽബം പഠിച്ചാലും ആ സാധനം? പഴയ ആൽബം പാട്ടിന്റെ മൂടാ. പഴയ ആൽബം പാട്ടിന്റെ ആ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു ഷാഫി കൊല്ലം സലീം കൊടുത്തിട്ടൊക്കെ കത്തിരിക്കുന്ന ആ സമയമാണ്. ടൈം ഞങ്ങളുടെയും പ്രൈം കാലഘട്ടം. ആദ്യം പറഞ്ഞ ആൽബത്തിന്റെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ വന്ന് ലവ് ലെറ്റർ വന്ന് വായിച്ച് അപ്പൊ കൊള്ളാവുന്നൊരു കുട്ടിയും കുഴപ്പമില്ല, കാണാനും കൊള്ളാം, കാണാനും കൊള്ളാം. പിന്നെ എൻ്റെ ആ കുട്ടിന്റെ സിസ്റ്ററിനെ എൻ്റെ ഒരു ഫ്രണ്ട് നോക്കുന്നുണ്ട്. അപ്പൊ അവൻ പറഞ്ഞ് നീ ഇതിനെ ഓക്കെ ആക്കിയാ അതെനിക്ക് പെട്ടെന്ന് വീഴും, ഒരു സപ്പോർട്ട് കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ ഇഷ്ടമെന്ന് പറഞ്ഞു. പിന്നെ സീരിയസ് ആയി എല്ലാ കമ്പനി കൂട്ടുകാരിലും കാണുമല്ലോ, എല്ലാ കൂട്ടുകാരിലും ഉണ്ടാവില്ല. അങ്ങനെ ഒരു 3 വർഷത്തോളം പ്രണയിച്ച്. പിന്നെ 3 വർഷത്തോളം. അതായത് നല്ല പ്രായം മൊത്തം ഒരു 13 തൊട്ട് 16 വരെ. 16 ഭയങ്കര പ്രണയമായിരുന്നു. ഭയങ്കരയാണല്ലോ, ചെറുപ്പമല്ലേ, ഭയങ്കര പ്രണയമായിരുന്നു. പിന്നെ അത് ഒരു 3 വർഷം 4 വർഷം പ്രണയിച്ച്. പിന്നെ അവളുടെ ഒരു ലാസ്റ്റ് ടൈം അവളുടെ മെയിൻ സെറ്റ് വേറെ ആയിരുന്നു. മെയിൻ സെറ്റ് പറഞ്ഞാൽ അവൾക്ക് വേറെ റിലേഷൻ ഉണ്ടായിരുന്നു. മീൻസ് അവളുടെ ഫാമിലിയിൽ നിന്ന് ചെറുപ്പത്തിലെല്ലാം നമ്മുടെ നാട്ടിൽ പറഞ്ഞു വെക്കും, ഫാമിലിയിൽ തന്നെ അങ്ങനെ പറഞ്ഞു വെച്ച്. അങ്ങനെ അവള് സ്കിപ്പാകാനുള്ള മൂടായിരുന്നു അവളുടെ സംസാരത്തിൽ. അപ്പോ മറ്റേത് അടുത്ത വീട്ടിലെ കല്യാണത്തിന് അവളുടെ കല്യാണത്തിന്റെ ഒരു 2 മാസം മുമ്പ് ഞാൻ ദുബായിക്ക് പോയി. അങ്ങനെ പോയ ദുബായില്. അതാണ് യഥാർത്ഥ കഥ. ഇപ്പം ആശിയെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇപ്പൊ മിക്കവാറും ഇത് കാണും, എന്തായാലും ആശിനെ കണ്ടോണ്ടിരിക്കുവായിരിക്കും. ആദ്യത്തെ പ്രണയമല്ലേ, അവളും മറക്കാൻ സാധ്യതയില്ല, ആശിയും ക്യാമറയിൽ നോക്കി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്നും പറയില്ല. എന്നാലും ഉള്ളിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ അങ്ങനത്തെ സംഭവമില്ല. ഇല്ല. ജാസിയറിനെ ഇടിയൊരു ഓർത്താണോ? അങ്ങനല്ല, ജാസിയറിനെ ഇടിയൊന്നുമില്ല. ഞാൻ ജാസിനോട് പറഞ്ഞില്ല സംഭവം, കഥ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ദുബായിലേക്ക് എത്തപ്പെടുന്നത്. അത് അല്ലാതെ വേറൊരു പ്രണയം ഉണ്ടായിട്ടേ ഇല്ല ലൈഫിൽ? ഇല്ല. പിന്നെ ഒത്തിരി ഉണ്ട്, പറഞ്ഞോ. അങ്ങനെ പ്രണയം ഉണ്ടായിട്ടില്ല. ഫസ്റ്റ് സീരിയസ് ആയിട്ട് ഇതായിരുന്നു. പിന്നെ നമ്മൾ കല്യാണത്തിന് നമ്മൾ ഫ്രണ്ട്സിൽ, പിന്നെ ബ്രോ എന്റെ ഫ്രണ്ടാണ്, ഞാനും ബ്രോ കൂടി കല്യാണത്തിന് പോകുമ്പോ പച്ചനിക്ക് മണ്ണെനിക്ക്, ഞാൻ പച്ചനെ പോകുമ്പോ പച്ചനെ ഞാൻ പോകുമ്പോ അവളെ കൊണ്ട് പ്രപ്പോസ് ചെയ്യിപ്പിക്കും, അവളെ കൊണ്ട് ചിരിപ്പിക്കും. അങ്ങനത്തെ ഒരു മൂടുണ്ട്. അപ്പൊ പണ്ടെന്ത് ഇത് മേടിച്ചു തരാം, നീ അവളെ വീഴ്ത്തി അവളൊന്ന് ചിരിച്ചു പറയാൻ എനിക്ക് ഞാൻ അത് മേടിച്ചു തരാം എന്നെല്ലാം ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞു. ആ ഒരു മൂഡിൽ ചെറുപ്പകാലം. അപ്പൊ ചെറിയ പ്രായത്തിൽ 18-ാം വയസ്സ് കഴിയുമ്പോഴേ ദുബായിലേക്ക് ചേക്കേറി. അപ്പൊ ഇതിനു മുമ്പ് എന്താ അച്ഛൻ, അത്ത, അമ്മ ഒക്കെ എങ്ങനെയാ, എന്താ ചെയ്യുന്നത് എല്ലാരും? മൊത്തം നിങ്ങൾ എത്ര പേരാ? ഞങ്ങള് 5 പേര്, ഫാമിലി മൊത്തം 5 പേരാ. എനിക്ക് 2 ബ്രദറാ, വാപ്പ അമ്മ. വാപ്പ മരിച്ച്. വാപ്പാക്ക് മിക്സർ അലുവ അതിന്റെ ഒക്കെ കമ്പനിയാ. ഞാനാ ലാസ്റ്റ് മോന്. എത്ര വയസ്സിലാ വാപ്പയുടെ മരണം? വാപ്പയുടെ മരണം ഇപ്പൊ അടുത്തൊരു 4 വർഷം ആയിട്ടുണ്ടാവും. ഈ അടുത്തല്ലേ? അസുഖം ക്യാൻസർ ആയിരുന്നു. അപ്പോ എന്താ ഈ ബ്രദേഴ്സൊക്കെ എന്താ ചെയ്യുന്നത്? ബ്രദേഴ്സിലെ കമ്പനി മിക്സർ വാപ്പാന്റെ കമ്പനിയിൽ തന്നെ. കോണ്ടാക്ട് ഉണ്ടോ ഇപ്പോ? കോണ്ടാക്ട് എല്ലാം ഉണ്ട്. വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല? നീ കാര്യങ്ങൾ സംസാരിക്കും. പിന്നെ എന്തായാലും അവർക്കൊരു സംഭവം ഉള്ളിൽ ഉണ്ടാവുമല്ലോ. എന്തെങ്കിലും അങ്ങനെ അത്തരത്തിൽ മനസ്സിനെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഒക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ചേട്ടന്മാരുടെ ഭാഗത്തുനിന്നോ കുടുംബക്കാരുടെ ഭാഗത്തുനിന്നോ ഉണ്ടാവുമല്ലോ എന്തായാലും സ്വാഭാവികമായിട്ടും. നാട്ടിൽ കുറെ വർഷങ്ങൾക്ക് ശേഷം വന്നപ്പോൾ ആരും പഴയതുപോലെ തന്നെ ഒരു ഇതല്ല. ഞാൻ വേറെ ഏതോ നാട്ടിൽ പോയി, എല്ലാവരും തുറച്ചിട്ട് നോട്ടവും. മറ്റൊരു എൻ്റെ വീടിന്റെ തൊട്ട് പള്ളിയാ. എൻ്റെ വീടിന്റെ തൊട്ട് പള്ളി. അപ്പൊ വെള്ളിയാഴ്ച ഞാൻ പുറത്തേക്കെല്ലാം ഇറങ്ങുമ്പോൾ പള്ളിക്ക് വരുന്ന ആൾക്കാർ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ തുറച്ച് നോട്ടം. അപ്പൊ നാട്ടിൽ നിൽക്കാൻ ഒരു മൂടില്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും പറഞ്ഞാൽ ഞാൻ എടുത്ത ഒരു തീരുമാനം ഉണ്ടല്ലോ, അത് അവർക്ക് തെറ്റായിരിക്കും. അതുകൊണ്ടായിരിക്കും. അതെ, അവർക്ക് തെറ്റായിരിക്കും. പക്ഷെ എനിക്ക് ശരിയായ കൊണ്ടല്ലേ എടുത്തത് അല്ലേ? നല്ലൊരു മറുപടിയാണത്. അപ്പോൾ അങ്ങനെയുള്ള തുറച്ചു നോട്ടങ്ങളും അത്തരത്തിലുള്ള ആ ഒരു അതൊക്കെ വേദനിപ്പിക്കാറുണ്ടോ? മനുഷ്യനാണല്ലോ എന്താണെങ്കിലും. ഗ്രാമപ്രദേശ് അങ്ങനത്തെ ഒരു സംഭവം അല്ലേ. അപ്പൊ അവർക്ക് ഗ്രാമോ നാട് പാലക്കാട് ടൗണിൽ തന്നെ, പക്ഷെ എന്നാലും മുസ്ലിം ഏരിയ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവും. ഓക്കെ. അല്ല, പാലക്കാട് അത്യാവശ്യം മിക്സഡ് അല്ലേ എല്ലാവരും? പാലക്കാട് ടൗണിൽ തന്നെ, ടൗണിൽ എന്നെല്ലാം പറയും. ആ ഭാഗം എന്ന് പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. പക്ക ഓർത്തഡോക്സ് രീതിയിൽ ജീവിക്കുന്നവരും അങ്ങനെ തുറിച്ചുനോട്ടമാണോ? തുറിച്ചുനോട്ടം മീൻസ് ആദ്യം ഞാൻ ഫസ്റ്റ് ഗൾഫിൽ നിന്നപ്പോൾ എല്ലാവരും ഫ്രണ്ട്സ് എല്ലാം എയർപോർട്ടിൽ വിളിക്കാൻ വരും. ഞാൻ അവർക്ക് ബോട്ടിലെല്ലാം കൊണ്ടുവരും. അതായത് ജാസിയായിട്ട് ബന്ധം ഉണ്ടാകുന്നതിന് മുമ്പ് അല്ല, ജാസിയായിട്ട് ബന്ധമുണ്ട്, പക്ഷെ ആർക്കും അറിയത്തില്ലാത്ത ആ സമയത്ത്. അപ്പോ പിന്നെ ആരും പഴയതുപോലെയല്ല, ഫ്രണ്ട്സുകളായിക്കോട്ടെ. അപ്പൊ എനിക്ക് അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് ഒരാൾ മാറി പറഞ്ഞു. നമുക്ക്
ഒരു സങ്കല്പം ഉണ്ടാവില്ല, അവര് എൻ്റെ ഇങ്ങനെ പെരുമാറാവുള്ളൂ എന്നുള്ളൊരു സംഭവം എനിക്കുണ്ട്. ആദ്യം മുതലേ അവരിനെ അങ്ങനെ കണ്ടത്. പക്ഷെ അവര് ഒരുപാട് മാറി, മൈൻഡ് സെറ്റ് മൊത്തം മാറി. അവരൊരു ഗ്യാങ് വേറെ ആ ഒരു സംഭവമായി. പിന്നെ എനിക്കും അവിടെ നിൽക്കാനൊരു മൂടുണ്ടായില്ല. അതുകൊണ്ട് ഞാൻ വരും, ഒരു 10 ദിവസം 5 ദിവസം എല്ലാം വീട്ടിൽ നിൽക്കും, തിരിച്ചു പോകും, അങ്ങനെയായിരുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നത് മൈൻഡ് സെറ്റ് മാറുക എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പൊ തീർത്തും ബന്ധം അവോയ്ഡ് ചെയ്യുന്ന രീതിയിൽ ബന്ധമുണ്ട്. ഇപ്പോഴും എനിക്ക് എൻ്റെ ഫ്രണ്ട്സുകൾ എനിക്ക് എന്ത് പ്രശ്നം വന്നാലും എപ്പോൾ വിളിച്ചാലും വരും, എന്തെന്ന കാര്യത്തിന് അവർ വിളിച്ചു വരും. പക്ഷെ അവരുടെ ഉള്ളിൽ സംഭവം ഉണ്ടാവുമല്ലോ, പഴയ ഒരു ഇതില്ല. ഇപ്പൊ നമ്മുടെ അടുത്ത് നിന്ന് ഇപ്പൊ ആദ്യങ്ങൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ അതായത് ആഷിക്ക് അങ്ങനെ മനസ്സിന്റെ ഉള്ളിൽ അങ്ങനെ തോന്നണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റുകൾ ഉണ്ടായിട്ടുണ്ടാവും. അതായത് മനസ്സിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഫ്രണ്ട്സിന്റെ ഭാഗത്ത് നിന്ന് ഒരു അവഗണന. എനിക്കൊരു 4 ഫ്രണ്ട്സ് ഉണ്ട്, പേര് പറയാൻ താല്പര്യം പറയണ്ട. ഒരു 4 ഫ്രണ്ട്സ് ഉണ്ട്. ഇനി വേറെ ആരെന്ന് എന്ത് പറഞ്ഞാൽ ഇവര് 4 പേരും എന്നെ ഇങ്ങനെ ചെയ്യുമ്പോ എനിക്കൊരു എന്ത് ചെയ്തു അതാണ് അവരുടെ പേര് പറയുന്നില്ല. പഴയ പോലെ പെരുമാറുന്നില്ല. പിന്നെ പഴയ പോലെ പെരുമാറുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ സ്വാഭാവികമായിട്ട് ഇപ്പൊ എനിക്ക് എൻ്റെ ഒരു സുഹൃത്തുക്കൾ ഒരു കൂട്ടം ഉണ്ടെന്ന് കൂട്ടിക്കോ, ആ കൂട്ടം എന്നെ അവോയ്ഡ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്നെ മാറ്റി നിർത്തുന്നു എന്ന് എനിക്ക് തോന്നുന്ന ഒരു എന്തെങ്കിലുമൊക്കെ സന്ദർഭങ്ങൾ ലൈഫിൽ എന്തായാലും ഉണ്ടാകുമ്പോഴാണെങ്കിലും നമ്മുടെ മനസ്സിൽ ഇവരെന്നെ പഴയ പോലെ കാണുന്നില്ല, എന്നെ ഒറ്റപ്പെടുത്തുവാണല്ലോ, എന്നെ മാറ്റി നിർത്തുവാണല്ലോ, ഇത് ഇന്ന കാര്യം കൊണ്ടായിരിക്കും എന്ന് നമ്മുടെ മനസ്സ് പറയുമല്ലോ. അങ്ങനെ ഉണ്ടായിട്ടുള്ള എന്താണ് അനുഭവം? അതായത് ഒരിക്കലും മറക്കാൻ സ്ട്രൈക്കായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് എന്നെ ബാധിക്കും. ഞാൻ ലാസ്റ്റായിട്ട് ഇപ്പൊ നാട്ടിൽ പോയൊരു കഥ പറഞ്ഞു. ഞാൻ ലാസ്റ്റായിട്ട് നാട്ടിലേക്ക് വന്നത് എയർപോർട്ടിൽ നിന്ന് എന്നെ വിളിച്ചതാ. എന്നെ എയർപോർട്ടിൽ നിന്ന് എൻ്റെ വീട്ടുകാരെ കൊണ്ടുവന്ന് ഞാനൊരു ലോക്ക്, എൻ്റെ ഫോണെല്ലാം മേടിച്ചു വെച്ച്. എൻ്റെ ഫോണ് മേടിച്ചു വെച്ചു എൻ്റെ വീട്ടിൽ, എൻ്റെ പാസ്പോർട്ടല്ല ഇപ്പം എൻ്റെ വീട്ടിലുള്ളത്. എൻ്റെ പാസ്പോർട്ട് എൻ്റെ ഫോണല്ല വീട്ടിലുള്ളത്. അത് ജാസിയായിട്ടുള്ള അതുകൊണ്ട് തന്നെയാണ്. ആരാ മേടിച്ചു വെച്ചത്? എൻ്റെ ബ്രദർ മേടിച്ചു വെച്ചിരിക്കുക. ഇനി പോകണ്ടെന്നാ പറയുന്നത്. ഇനി പോകണ്ട, ഇനി നീ പോവില്ല, പാസ്പോർട്ട് തരില്ല, ആ ഒരു സംഭവം. അതുകൊണ്ടാണ് ഇപ്പൊ സത്യം പറഞ്ഞാൽ നിലവിൽ എന്താ കാര്യം ഈ റിലേഷൻഷിപ്പ് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓപ്പണായി പറഞ്ഞാൽ തന്നെ റിലേഷൻഷിപ്പ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഫ്രണ്ട്സിനായിക്കോട്ടെ ആയിരിക്കും. അവര് പറഞ്ഞ നീ പഴയ ആശയായിട്ട് വാ, നമ്മളെല്ലാവരും നിന്റെ കൂടെ ഉണ്ട്, എല്ലാം ഒഴിവാക്ക്, അങ്ങനെ അവർ പറയുന്നത്. പക്ഷേ ആശയ്ക്ക് പറ്റുമോ അത്? ഞാൻ പറഞ്ഞാൽ ഒരാൾക്ക് വാക്ക് കൊടുത്ത് നിന്റെ ഒപ്പം മരണം വരെ കൂടുണ്ടാവും പറഞ്ഞു. ഞാൻ എൻ്റെ ഇതിൽ നോക്കി ഞാൻ ഒരാൾക്കൊരു വാക്ക് കൊടുത്തത്. എൻ്റെ വാപ്പ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ ഒരാളെ നമ്മൾ പറഞ്ഞു പറ്റിക്കരുതല്ലോ. എന്താ വെച്ചാൽ ഒരാളെ എനിക്ക് ഒരു തേപ്പ് കിട്ടിയിട്ടില്ലതാ ഒരു ലേഡി. അപ്പൊ അതിന്റെ കുട്ടിയുടെ കാര്യം നമ്മള് ആ പെയിൻ എനിക്കറിയാം. ഞാനിനി ആ ജാസിനെ പറഞ്ഞു പറ്റിക്കുമ്പോൾ എത്രത്തോളം ജാസിക്ക് പെയിൻ ഉണ്ടാവും എന്ന് എനിക്കറിയാം. ഞാനത് എപ്പോൾ ഫോക്കസ് ചെയ്യുന്ന ആളാണ്. ഒരാൾക്ക് വാക്ക് കൊടുത്താലും ജാസിന് കൈപിടിച്ചൊരു മരണം വരെ കൂട്ടണം. ഇൻഷാ അല്ലാഹ് മരിക്കും വരെ ഇങ്ങനത്തെ പോട്ടെ. ഒരുപാട് ആൾക്കാർ രണ്ടുപേരെയും തിരിപ്പിക്കാൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അതിലൊന്നും എനിക്കറിയാം. ഇപ്പോൾ ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ നമ്മുടെ ഈ റിലേഷൻഷിപ്പിൽ മൂന്നാമതൊരാളിനെ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുക. അതായത് അപ്പം ഞാൻ എപ്പോഴും ചോദിക്കുന്നത്, അപ്പം ഫാമിലി എന്ന് പറയുന്ന ഒരു മാറ്റം കൂടി ലൈഫിലുണ്ടല്ലോ. ഫാമിലി ഞാൻ വീട്ടിൽ വിളിക്കുന്നത് അല്ല, ഞാൻ ചോദിക്കുന്നത് പാസ്പോർട്ട് പിടിച്ചു വെച്ചു എന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെ അതൊന്ന് വിവരിക്കാൻ പറ്റുമോ? എങ്ങനെയാ പുള്ളിയുടെ കയ്യിലെത്തി? മീൻസ് ഞാൻ ഫസ്റ്റ് 7 വർഷം ശേഷം ഇപ്പോൾ നാട്ടിൽ വന്നാണ്. അതായത് ഈ അടുത്ത് നടക്കുന്ന സംഭവമായത്. ലാസ്റ്റ് ഞാൻ വന്നത് എത്ര മാസമായി കാണും ഇത് നടന്നിട്ട്? 4-5 8 മാസമായി. 8 മാസമായി. അതിന്റെ ഇടയിൽ ഞാൻ പോയിട്ട് വന്നിട്ടാ. ഇടയിൽ പോയിട്ട് പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ വന്ന് ഫസ്റ്റ് ഞാൻ വരുന്നത് ഞാൻ ഉമ്മാനെ അവിടെ കൊണ്ടുപോകാന്നുള്ളൊരു ഐഡിയയിലായിരുന്നു. ഉമ്മാനെ അവിടെ അങ്ങോട്ട് കൊണ്ടുപോകാന്നുള്ള ഐഡിയ ആയിരുന്നു. അപ്പൊ എനിക്ക് കുറേ ആയല്ലോ. അപ്പൊ എൻ്റെ ഫ്രണ്ട്സും ചോദിക്കും, എല്ലാവരും നാട്ടിൽ പോകുമ്പോൾ എനിക്കൊരു ഇതുണ്ടാവും, ഞാൻ എപ്പോഴും അടച്ചനെ പോവുക. ഇവരൊക്കെ പറയാ അടുത്ത മാസം ഞാൻ നാട്ടിൽ പോവാണ്. ഇപ്പൊ ഞാൻ പെർഫ്യൂം ഷോപ്പാണ്. അപ്പോൾ ഇവര് പെർഫ്യൂം ആകുമ്പോൾ വരുമ്പോൾ ഞാൻ നാട്ടിൽ പോകണ്ട, പോയിട്ട് വന്നാണ് 2 ആഴ്ച ഉണ്ടാവും 3 ആഴ്ച ഉണ്ടാവും. പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവും, ഞാൻ എപ്പോഴും പഠിച്ചനെ പോകുക. ഇനി ഫാമിലിയുടെ അടുത്തൊക്കെ ഫാമിലിനൊക്കെ എങ്ങനെയൊക്കെ ആ ഒരു മെയിൻ ഉണ്ടാവും. പിന്നെ ഞാൻ ഈ നാട്ടിലേക്ക് വരുന്നില്ല മെയിൻജിൽ നാട്ടിൽ വന്നു പറഞ്ഞാൽ ഞാൻ അങ്ങനെ വിളിച്ചിട്ട് ഉമ്മാനത്ത് പറയുമ്പോൾ ഇനി നീ വന്നാൽ പോവില്ല. അപ്പോൾ വീട്ടുകാരെ പറയും നീ വന്നാൽ പോവില്ല കേട്ടോ, നീ അവിടെ മറന്നിട്ട് അങ്ങനെ സംഭവം പറയും. ഇപ്പൊ എനിക്കും അറിയാലോ. പിന്നെ എന്റെ വീട്ടുകാർ എത്ര സ്ട്രോങ് ജാസിനെ ഒഴിവാക്കിട്ട് വാ, അങ്ങനെ പറഞ്ഞു. ജാസിനെ ഒഴിവാക്കി നീ വന്ന ഇങ്ങനെ പറയാം, വിളിച്ചുമ്മനെ അങ്ങനെ വരണ്ട, നീ വന്ന മോനെ വന്നതിന് നീ പോവില്ല, ഇനി അവിടുത്തെ എല്ലാം ഒഴിവാക്കിട്ട് വാ. ഷോപ്പ് ഉണ്ടല്ലോ, നീ ഷോപ്പിന്റെ കാര്യങ്ങളെല്ലാം പാർട്ട്ണർഷിപ്പാ, അതൊക്കെ ഒഴിവാക്കിട്ട് വാ. 2 പേരും പാർട്ട്ണർഷിപ്പാണ്. ജാസി 3 പേരുണ്ട്. 3 പേരുണ്ട്. അയാളായിരിക്കും ഇപ്പം നിങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അയാളായിരിക്കും ഇപ്പം നോക്കി നടത്തുന്നത് അല്ലേ? അപ്പോൾ 7 വർഷം ശേഷം വരിക. അപ്പം ഞാൻ അങ്ങനെ വരുമ്പോൾ എനിക്കൊരു ഐഡിയ, നാട്ടിൽ വന്നിട്ട്
കൊടൈക്കനാൽ എനിക്ക് എപ്പോഴും മിസ് ഞാൻ എപ്പോൾ വന്നാലും കൊടൈക്കനാലെല്ലാം പോയിട്ട് വന്ന് നിങ്ങളുടെ തൊട്ടടുത്തുമല്ലേ? പാലക്കാടിൻ്റെ അടുത്ത്. അപ്പം ഞാൻ കൊടൈക്കനാലിൽ പോവാ. പിന്നെ വേറെ 2-3 പരിപാടി ഉണ്ടായിരുന്നു ഇവിടെ, 2-3 ടീമിനെ കാണാണ്ടായിരുന്നു ഷോപ്പിന് പരമായിട്ടിരുന്നത്. അപ്പോൾ ആ ഒരു മെയിൻറ്റിൽ ഞാൻ ഫസ്റ്റ് നാട്ടിലേക്ക് വന്നു. അപ്പം ഞാൻ എൻ്റെ കാർഡ് എൻ്റെ ഇക്കാൻ്റെ നമ്പറിലാണ് എടുത്തിരിക്കുന്നത്, എൻ്റെ ATM കാർഡ് ഇക്കാൻ്റെ നമ്പറില്ല, എനിക്ക് ഇവിടെ നമ്പറില്ല. അപ്പം നമ്മൾ എത്ര പേയ്മെൻറ്റ് കൊടുത്താൽ ഇക്കാക്ക മെസ്സേജ് പോവാം, അതായത് എത്ര എമൗണ്ട് പറയുന്നുണ്ട്. ഞാൻ നാട്ടിലേക്ക് പിന്നെ പറയാണ്ട വരുന്നത്, ഞാനും ജാസിയും കൂടി നാട്ടിൽ വന്ന് 2-3 പരിപാടി ഉണ്ട്, അതൊക്കെ കഴിഞ്ഞ്. അപ്പോൾ എനിക്കൊരു കോള് എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട്, എനിക്ക് അവിടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ പറഞ്ഞു നീ നാട്ടിൽ വന്നിട്ട് എന്താ വരില്ല, നീ ഇവിടെ എത്തിയെന്ന് എല്ലാവരും പറയുന്നുണ്ട്, നീ കൊച്ചിയിൽ ഇപ്പം ഉണ്ട് എന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ മാൻ മിസ്സിങ്ങിന് കേസ് കൊടുക്കുന്ന പറഞ്ഞു. അതായത് ആരോടും പറയാതെ ജാസി ഇവിടെ എത്തി. ആശി ഇവിടെ എത്തി. എന്നിട്ട് അപ്പൊ ജാസി ഇവിടെ ഉണ്ടോ? ഇല്ലല്ലോ, ഞങ്ങൾ രണ്ടുപേരും ഒപ്പം വന്നാ ഒരുമിച്ച് വന്നു. അപ്പൊ കുടുംബത്തോട് പറയാതെ ഇവിടെ എത്തി, ആരോടും പറയാതെ. ഇവരെങ്ങനെ അറിഞ്ഞു? ഇവരെങ്ങനെ അറിഞ്ഞു? ആരെങ്കിലും കാണും, ഒറ്റ കൊടുക്കാൻ കൊടൈക്കനാലിൽ ആരോ കണ്ടെന്നാ പറഞ്ഞത്, അറിയില്ല. അതോ നിങ്ങൾ എന്നെ സ്റ്റാറ്റസ് ഇട്ട് അറിയിപ്പിച്ചില്ല? ഇല്ല, ബുദ്ധിമുട്ടായിട്ട് തന്നെ നിന്നത്. ഞങ്ങളുടെ പ്ലാൻ, ഞങ്ങൾ 2 ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു, കുറേ ടീമിലേക്ക് അപ്പോൾ ഫസ്റ്റ് ഇന്റർവ്യൂ കൊടുക്കുന്നത്. അവരുടെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ അവിടെ പോയിട്ട് ഞങ്ങൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാ. അപ്പൊ അങ്ങനെ വന്നിട്ട് 12 ദിവസമായപ്പോ ഞാൻ ഒരു 15 ദിവസത്തിൽ വന്നത്, ടിക്കറ്റ് കൊടുത്തിട്ട് വന്നത്. 12 ദിവസമായപ്പോ ഞാൻ ഇമ്മാനെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടാ, കൊടൈക്കനാലിനടുത്ത പാലക്കാട്. ഇവിടുന്ന് ഞാൻ വേറൊരു വണ്ടി എടുത്ത് ഫുള്ള് കൂളിങ് കുടിച്ച് വണ്ടി ഇരുന്ന് അവിടെ പോയി കണ്ട്. എനിക്കറിയാം ഉമ്മാനെ കാണണം, ഫാമിലിനൊക്കെ കാണുന്നുണ്ട്, പക്ഷെ പിടിച്ചാല് നമ്മള് ലോക്കായി പോകും, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇമ്മയാണ്. അപ്പൊ ഉമ്മ എന്താ കണ്ടപ്പോ എന്താ പറഞ്ഞേ? ഉമ്മാനെ കണ്ട് സംസാരിച്ചില്ല, ജസ്റ്റ് ഒന്ന് പോയി കണ്ടു, വീടുകൾ കാര്യങ്ങളൊക്കെ. ഉമ്മാനെ കണ്ട് ഞാൻ നേരെ ഇവിടെ കൊച്ചിയിലെങ്ങനെ നിൽക്കുന്ന ഒരു ഈവനിങ് കോൾ വരും, നീ ഇവിടെ വന്നിട്ടുണ്ട്, നമ്മളെ മണ്ടന്മാരാക്കാൻ നോക്കണ്ട. എൻ്റെ ഒരു കസിൻ ബ്രദർ മണ്ടന്മാരാക്കാൻ നോക്കണ്ട, നീ ഇവിടെ ഉണ്ട്, നാളത്തുനിന്ന് വീട്ടിലേക്ക് വരാൻ, എല്ലാവരും മാൻ മിസ്സിങ്ങിന് കേസ് കൊടുക്കും പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ വേറെ അന്വേഷിച്ചപ്പോൾ അവർ നാളെ രാവിലെ കേസ് കൊടുക്കും എന്ന് പറഞ്ഞു. മാൻ മിസ്സിങ്ങിന് രാത്രി ഒരു 10 മണിക്ക് എന്താ വിളിക്കുന്നത്, മാൻ മിസ്സിങ്ങിന് കേസ് കൊടുക്കുന്നതാണ്. അപ്പം തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ടിക്കറ്റ് എടുത്ത് ജാസി ഇവിടെ നിന്ന് ഞാൻ സ്പോട്ടിൽ തിരിച്ച് ദുബായി പോയി. പോയപ്പോൾ എൻ്റെ ഏട്ടൻ്റെ വൈഫ് വിളിച്ചു ഇവിടത്തേക്കാട്ട് ഇഷ്ടം ദുബായിയോട്ടുള്ള കളി. ഇവിടെ പണിയാവുന്ന മനസ്സിലായപ്പോൾ മുങ്ങി. ഞാൻ സ്പോട്ടിൽ തന്നെ ഞാൻ മുങ്ങി വീട്ടിൽ നിന്ന് മാൻ മിസ്സിന് കേസ് കൊടുക്കുന്ന ഇവരെന്തായാലും ഒറ്റയ്ക്ക് നിൽക്കാൻ തയ്യാറായ ഞാൻ ജാസിന്റെ വീട്ടിലോട്ട്. ജാസിക്ക് വീട്ടിൽ വലിയ പ്രശ്നമില്ല, ജാസിക്ക് വീട്ടിൽ പ്രശ്നമായിട്ട് വലിയ പ്രശ്നമില്ല, ബ്രോയും പോകാറുണ്ട്. എനിക്ക് വീട്ടിൽ പോലും പ്രശ്നമില്ല, പക്ഷെ ഇവര് പറയുന്നത് പോയി പറഞ്ഞാൽ തിരിച്ചു വിടില്ല എന്നാണ്. അതല്ല ഞാൻ പറഞ്ഞത്, ജാസിയുടെ വീട്ടില് എനിക്ക് പോകാൻ പറ്റില്ല. ഇല്ല, ഇവിടെ വീട്ടിലും പ്രശ്നമാകും. ജാസിന്റെ വീട്ടിൽ പ്രശ്നമില്ലെങ്കിലും ജാസിന്റെ ഇത്താത്തന്റെ ഹസ്ബൻഡ്മാർക്ക് കുറച്ച് സീനൊക്കെ എന്തായാലും ഒരു ഇതല്ലേ. രണ്ട് കുടുംബത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുമല്ലോ. മുസ്ലിം ഓർത്തഡോക്സ് ഞാൻ എപ്പോഴും വിചാരിക്കുന്നു ഒരാളെ വേദനിപ്പിക്കരുത്, ഇതാകരുത്, ആ ഒരു സംഭവമായിരിക്കും. അപ്പൊ ഞാൻ ജാസിനെ മുന്നോട്ട് ഞാൻ നേരെ അവിടെ എത്തി. അപ്പൊ എൻ്റെ ഏട്ടൻ്റെ വൈഫ് വിളിച്ചിട്ട് പറഞ്ഞ് ഇമ്മാക്ക് തീരെ സുഖമില്ല, നീ വന്നിട്ട് പോയി. അപ്പൊ എല്ലാവരും പറഞ്ഞു ഞാൻ ഇവിടെ വന്ന് പോയി ഫാമിലിയിലൊക്കെ പാട്ടായി, ഫാമിലി ഗ്രൂപ്പിലേക്ക് എൻ്റെ ഫോട്ടോ ഒക്കെ ആരോ കൊടൈക്കനാലിന് എടുത്തിട്ട്. അപ്പൊ പറഞ്ഞ് ഞാൻ എൻ്റെ പറഞ്ഞ്, അതായത് ആശ ഇപ്പം നിലവിൽ ദുബായിലാ. അപ്പൊ ഞാൻ ദുബായിൽ പോയപ്പോഴാണ് ഈ കഥക്ക് നടക്കുന്നത്. അപ്പൊ എൻ്റെ ബാബി ഏട്ടൻ്റെ വൈഫ് വിളിച്ചത് പറഞ്ഞ് ഭയങ്കര, എനിക്കെന്താ വെച്ചാൽ ഒരാൾ കരയാ പറഞ്ഞ ഭയങ്കര സീനാ. എൻ്റെ ബാബി ഉമ്മ ഭയങ്കര സുഖമില്ലാണ്ട് കിടക്കുന്നു, ഇത്ര 7 വർഷം ശേഷം. ബാബി എന്ന് പറയുമ്പോൾ ബാബി പറഞ്ഞ ഏട്ടൻ്റെ വൈഫ്. ഉമ്മ സുഖമില്ലാണ്ട് കിടക്കാണ്, നീ വന്നായി പോയ ശേഷം ഉമ്മാനെ നീ എന്ത് കണ്ടില്ല? എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ വന്ന് കണ്ടിട്ടുണ്ട്, പറയാൻ പറ്റില്ല, നിനക്കൊന്നും ഒരു ഇതില്ല എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ ജാസിനെ പറ്റിച്ച്. അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചു, ഞാൻ വന്നാ ഷോപ്പിൽ പോയിട്ട് 5 ദിവസമായിട്ടുള്ളൂ തിരിച്ചു പോയിട്ട്. അപ്പം ഞാൻ ജാസിനെ വിളിച്ചിട്ട് പറഞ്ഞു, ജാസി ഇമ്മ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ജാസി പറയും കുഴപ്പമില്ല, നീ നമ്മുടെ 2 പേരും ഞാനും കൂടി അവിടേക്ക് വരാം, വന്ന ശേഷം നീ പോയിക്കോ പറഞ്ഞു. അപ്പം ബാബി വിളിച്ചിട്ട് ഉമ്മക്ക് സുഖമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഇനി നോക്കിയിട്ട് കാര്യമില്ല, ഉമ്മയാണ് ഒന്നേ ഉള്ളൂ. അപ്പം ഞാൻ ആ സ്പോട്ടിൽ നിന്ന് ടിക്കറ്റ് അവിടെ നിർത്തി. ടിക്കറ്റ് എടുത്ത് രാത്രി ടിക്കറ്റ് എടുത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ട്രാവൽ ടിക്കറ്റ് എടുത്ത് അവൻ നേരെ എൻ്റെ ബ്രദറിനെ വിളിച്ച് പറഞ്ഞ് അവൻ 11 മണിക്കോടെ ലാൻഡ് ആവും. നല്ല കൂട്ടുകാരൻ ലാൻഡ് ആവും പറഞ്ഞ് അവനും എൻ്റെ പറഞ്ഞു, നീ വീട്ടിൽ പോയിട്ട് ഉമ്മനെ കണ്ടിട്ട് കൂട്ടനോട് ഇതെല്ലാം പറഞ്ഞിട്ടുള്ളല്ലേ. അവൻ തന്നെ ആദ്യം പറഞ്ഞു, അവൻ പറഞ്ഞു അപ്പൊ അവര് പോലും താല്പര്യമില്ല നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം. അതാണ് ഞാൻ പറഞ്ഞു, ഒരുപാട് പേരില്ലേ ചിരിച്ച് സംസാരിക്കുന്നവർ നമ്മുടെ എതിരായിരിക്കും. നമ്മൾ ഒരാളെ സംസാരിക്കും, നമ്മുടെ ഉള്ളിലൊരു സംഭവം വേണം, ഇത്രത്തോളം അവർ നിൽക്കുള്ളൂ.
ഞാൻ എപ്പോഴും അത് കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. അല്ല, ഒന്ന് ചിന്തിച്ചു നോക്കുക. അതായത് ഒരു കൂട്ടുകാരന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായതുകൊണ്ടാണല്ലോ ആരും അല്ല, അവന്റെ ഭാഗത്ത് നോക്കുമ്പോ ശരിയാത് അല്ലേ? അല്ല, അവന്റെ ഭാഗത്ത് നോക്കിയാലോ ശരിയാണോ? അവന്റെ ഭാഗത്ത് നോക്കി ശരി. കാരണം പക്ഷെ സ്വാഭാവികമായിട്ടും അവൻ പറഞ്ഞത് ഞാൻ അവന്റെ ചോദിച്ചു, നീ എന്തിനാണ് നീ എന്റെ വീട്ടിലേക്ക് വിളിച്ചത്? ഞാൻ എന്റെ വീട്ടുകാരന്റെ കരച്ചിൽ എന്റെ ബ്രദറിന്റെ ഇതൊക്കെ കേട്ട് വരച്ച് ഒന്നും പറയാൻ പറ്റില്ല. അവൻ നോക്കിയത് എന്റെ ബ്രദറിനെ, എന്റെ മനസ്സിലായോ, കുടുംബമായിട്ട് ബന്ധമുള്ളവരാ, ഫാമിലി ആയിട്ട് ചെറുപ്പം. അപ്പൊ അവങ്ങനെ ഇതൊക്കെ പറഞ്ഞപ്പോ എനിക്ക് അവന്റെ ഭാഗത്തും നമ്മളൊന്നും ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ആരെയും നമ്മൾ വിശ്വസിക്കാത്ത ആളാ. ടിക്കറ്റ് എടുത്ത് ഞാൻ അവിടെ നിന്നായി പോയി. ടിക്കറ്റ് എടുത്ത് അപ്പൊ ഞാൻ ജാസിന്റെ വിളിച്ചു പറഞ്ഞു, ജാസി ഞാൻ ടിക്കറ്റ് എടുത്ത ശേഷം ഫ്ലൈറ്റ് എയർപോർട്ടിൽ നിന്ന് വിളിച്ചു. ഞാൻ ഇപ്പോൾ എയർപോർട്ടിലാണ്. ഞാനൊരു 11 മണിക്ക് അവിടുന്ന് 11 മണിക്ക് ലാൻഡ് ഔട്ട് അവിടെ പറഞ്ഞു. ജാസി പറഞ്ഞു നീ പെട്ടെന്ന് വരും. അപ്പൊ ജാസി മലപ്പുറത്ത് അവിടെ എത്തും. അപ്പൊ ജാസി വീട്ടിൽ മലപ്പുറത്ത്. അതായത് ജാസിനെ വിളിച്ചു പറഞ്ഞു എന്നെ ഒന്ന് പിക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് പിക്ക് ചെയ്യാൻ പറഞ്ഞു. വേറെ ഫ്രണ്ട്സ് ആയിട്ടില്ല ഇവിടെ. ഇല്ല, മനസ്സിലായി. ഫ്രണ്ട്സിന്റെ അപ്പോൾ എയർപോർട്ട് ഇവിടെ ഇരുന്ന്, കൊച്ചി എയർപോർട്ടിൽ ഇരുന്ന്, നെടുമ്പാശ്ശേരി ഇരുന്ന്. അവിടുന്ന് ജാസി വരുന്നതിന് മുമ്പ് ഇവന് വിളിച്ചു പറഞ്ഞത് എനിക്കറിയില്ല. എന്റെ ഫ്രണ്ട് ഇക്കാനെ വിളിച്ചു പറഞ്ഞ കാര്യം എനിക്കറിയില്ല. ഞാൻ പോയി നോക്കുമ്പോ ജാസിനെ വിളിച്ചപ്പോൾ ജാസി പറഞ്ഞു ആശി ഒരു 1/2 മണിക്കൂറും കൂടി പുറത്തേക്ക് എന്താ വരുന്നേ പറഞ്ഞു. അപ്പോൾ എയർ ഇന്ത്യയിലാന്ന് തോന്നുന്നു. എയർ ഇന്ത്യ നേരത്തെ എത്തും ചെയ്ത്, എപ്പോഴും ഇല്ലാത്ത 10:30 എന്തോ ലാൻഡായി തോന്നുന്നു. അങ്ങനെ ഞാൻ പുറത്തേക്ക് നിൽക്കുമ്പോൾ നേരെ എൻ്റെ ബ്രദർ വന്നിട്ട് എൻ്റെ കയ്യിൽ പിടിച്ച്. ഞാൻ അങ്ങനെ കയ്യിൽ പിടിച്ചപ്പോ എൻ്റെ ഒരു ബാഗ് ഉണ്ട്, അതിൽ പാസ്പോർട്ട്, എൻ്റെ പേഴ്സ്, എൻ്റെ ഫോൺ കയ്യിലിങ്ങനെ പിടിച്ച് വീട്ടിലേക്ക് നടക്കുക. ചവിട്ടൂന്ന് പറഞ്ഞല്ലേ? അല്ല, നടക്ക്. ഞാൻ അതിനെ എതിർക്കാത്ത വീട്ടിലേക്ക് നടക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു നീ പോയി. ഇച്ചിരി വിഷയക്കാരനായിരിക്കും, പേടിയുണ്ട്, ഭയങ്കര പേടിയാണ്. ഇങ്ങനെ പിടിച്ച് ഉമ്മയുണ്ട്. അപ്പൊ ഇക്കാൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. നടക്ക് വീട്ടിലേക്ക് നടക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ലൊക്കെ പോയിക്കാൻ ഞാൻ വരാം, ഈവനിങ്ങിന് അവിടെ എത്താ പറഞ്ഞു. നടക്കാനല്ല എൻ്റെ പറഞ്ഞു. അതിന് ഉമ്മ വന്നിട്ട് ഒരേ കരച്ചിലും. ഉമ്മ ഉണ്ട് വണ്ടിക്കകത്തുണ്ട്. കരച്ചിലും കാര്യങ്ങളൊക്കെ ആയപ്പോ ഇല്ലല്ല. കാരണം എനിക്കൊരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യം. പക്ഷെ എന്റെ ഉമ്മയല്ലേ നിന്ന് കരയും, എല്ലാരും നോക്കല്ലേ. എന്റെ ഉമ്മ കരയുമ്പോ എല്ലാരും നോക്കല്ലേ. അപ്പൊ ബാഗ് ഉണ്ട്. ജാസി ആ സമയത്ത് എത്തിയിട്ടില്ല. ജാസി ആണെങ്കിൽ എത്തിയിട്ടില്ല. അല്ല, ജാസി അവിടെ ഉണ്ട് പറഞ്ഞ സീൻ വലിയ വലിയ പ്രശ്നം നടന്നേനെ. ജാസി ആണെങ്കിൽ ലേറ്റ് ആവും ചെയ്തു. അപ്പൊ ഞാന് ജാസി കരച്ചിലും പിടിച്ചിലും അപ്പം ആശിക്ക് പോകാനും പറ്റില്ല. എനിക്കാണെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റും, ഉമ്മാനെ വേണോ. ഉമ്മയുണ്ട്. അപ്പോഴാണ് സംഭവം ഒരിക്കലും അങ്ങനത്തെ സംഭവം അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അങ്ങനത്തെ സംഭവം ക്രിയേറ്റ് ചെയ്യാണ്ട് കൂടുതൽ ഞാനിരിക്കും. മനസ്സിലായി? അങ്ങനെ സംഭവം ക്രിയേറ്റ് ചെയ്യാണ്ട് ഞാൻ കൂടുതലായിരിക്കും. അല്ല, ക്രിയേറ്റ് ആയി എന്ന് കൂട്ടുക. അല്ല, പറയട്ടെ. അല്ല, അന്ന് ആകേണ്ടതാ. ഭാഗ്യത്തിന് 1/2 ജാസി താമസിച്ചു. ഞാൻ ചോദിക്കുക പടച്ചമ്പലന്റെ. അതെ, എന്റെ കൂടെ ഞാൻ എപ്പോഴും ചോദിക്കുക, അങ്ങനെ ഒരു സാഹചര്യം ഇനിയാണെങ്കിലും ലൈഫിൽ ഉണ്ടായെന്ന് കൂട്ട്. അതായത് ഉമ്മ അവിടെ നിന്ന് വിളിക്കുക, ആശിമോനെ പോരുത്, ജാസിയുടെ കൂടെ പോരും. ജാസി ഇപ്പുറത്ത് കരഞ്ഞുകൊണ്ടിരിക്കുക, ആരുടെ കൂടെ പോകും? ഞാൻ ഉമ്മാൻ്റെ പോയി കാര്യം പറയും. ഉമ്മാന്റെ കാര്യം പിടിച്ച് പറയും, ഉമ്മ ഞാൻ കൊടുത്തൊരു വാക്കുണ്ട്, അതുകൊണ്ടാണ് നിന്ന് കരയുന്നത്, ഇങ്ങ് ഉമ്മാനെ ഒരിക്കലും കൈവിടില്ല. അങ്ങനത്തെ സംഭവം എനിക്കെന്താ വെച്ചാല് ഉമ്മയല്ലേ, അതുകൊണ്ട് മനസ്സിലാവും. ആ ഒരു വിശ്വാസം ഉമ്മ മനസ്സിലായല്ല. ജാസിക്ക് ജാസിന്റെ നമ്പർ. അല്ല, ഉമ്മ ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല എന്ന് കൂട്ട്. അതായത് ഇല്ല, എനിക്ക് എൻ്റെ മോൻ തന്നെ വേണം, എനിക്ക് മോനെ പഴയ പോലെ കാണണം. പഴയ അങ്ങനെ ഞാൻ സ്പോട്ടിൽ ജാസിന്റെ അടുത്ത് വന്ന് ജാസിന്റെ പറഞ്ഞു ക്ലിയർ, ജാസി നീ പോയിക്കാൻ ഞാൻ വരാം. ഇതൊക്കെ ഇന്നത്തെ കാര്യം ഫുള്ളായി പറഞ്ഞിട്ടില്ല എപ്പോഴും. എന്നിട്ട് എയർപോർട്ടിൽ വന്ന് ഇങ്ങനത്തെ സംഭവം ഉണ്ടായിരുന്നു. സംഭവം എയർപോർട്ടിൽ വന്ന് ഇങ്ങനെ പിടിച്ച് നേരെ വണ്ടി കയറി മുഴിപ്പിച്ചില്ല. എയർപോർട്ടിൽ നിന്ന് അതല്ല, അതിനു മുമ്പ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മുഴിപ്പിച്ചില്ല. അവിടെ കണ്ടോ പമ്മി ഒഴിഞ്ഞൊഴിച്ച് മാറുക. അതായത് ജാസിന്റെ അടുത്ത് നോക്കി ഞാൻ മനസ്സിലാക്കും. അതങ്ങനെ തന്നെ പറയാം. അങ്ങനെയാണെങ്കിൽ അതാണ് നിലപാടെങ്കിൽ ഉമ്മായിട്ടാ പറഞ്ഞ കാര്യം മനസ്സിലാക്കി. ഇതിൽ വരുന്ന കമന്റ് ഇതിൽ വരുന്ന കമന്റുകൾ ഞാൻ പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും കമന്റും കൂടി നോക്കും. ഇതിൽ വരുന്ന കമന്റ് പെറ്റമ്മാനെ നീ വന്നിട്ട് അവന്റെ കൂടെ പോയി, അങ്ങനത്തെ അവന്റെ കൂടെ പോയി, ഇങ്ങനത്തെ അവന്റെ കൂടെ പോയി എന്നിട്ട് ഇതിൽ വരുന്ന കമന്റ് അല്ലേ. ഞാൻ എന്താ ഇതിൽ നോക്കുന്ന വെച്ചാല് ജാസി അതറിയാവാഞ്ഞിട്ടും ജാസിയോടൊപ്പം ആശി പോകുന്നെന്ന് പറയുന്നത് താങ്കളുടെ ആ ഒരു സ്വഭാവത്തിന് ഞാൻ 100 മാർക്ക് തരും കേട്ടോ. 100 ഞാൻ ഇപ്പോഴും പറയാം. കാരണം ഒരാൾക്ക് വാക്ക് കൊടുത്തിട്ട് അവിടെ നിൽക്കും. ഇനി എന്റെ തല പോയാലും ശരി. ഒരു അൾട്ടർ നെഗറ്റീവ് ആയിരിക്കുന്നു, കൺഫേം ആണ് ഇത് പറയുമ്പോഴും. എന്നിട്ടും അത് പറയുന്നത് ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് പറയാലോ, ഈ ഒരു റിലേഷൻഷിപ്പിൽ 100-ൽ ഒരു 60% ആൾക്കാർക്ക് ഓക്കെ ആയിരിക്കില്ല. പക്ഷെ ഉള്ള 40% ആൾക്കാർ മതി, എനിക്ക് മതി. അപ്പോ എന്താ ചേട്ടൻ ഇടിച്ച് ചുരുട്ടുന്ന കണ്ടീഷൻ, അമ്മ അകത്തിരിക്കുന്നു, ജാസി വന്നിട്ടില്ല. അപ്പൊ നേരെ ഞാൻ ഏട്ടനെ പറഞ്ഞ ഈവനിങ് ഞാൻ വരാം, നീ പോയിക്കണ ഈവനിങ് വരാം. എന്താ അവൻ്റെ ഒരിക്കലും മോശമായി സംസാരിക്കില്ല. നോർമലി നിൽക്കാൻ ഞാൻ പോയിക്കോ, ഞാൻ വരാ പറഞ്ഞു. അപ്പം പറഞ്ഞ ഇതപ്പോ വീട്ടിൽ എന്തെങ്കിലും മോശമായിട്ട് സംസാരിച്ചോ? ഇല്ല, ഞാൻ ചെറിയ പറയും. ആളെങ്ങനെ വെച്ചാല് എനിക്ക് പേടിയാ.
പേരൻസ് ഫസ്റ്റ് തന്നെ. രണ്ടാമത്തെ പീസ് എന്താ ചെയ്യുന്ന ആളെന്താ ചെയ്യുന്നത്? ആള് കമ്പനി തന്നെ, മിസ്റ്റർ കമ്പനി തന്നെ. അപ്പോൾ വെളിയിലാണോ? നാട്ടിൽ തന്നെ. നാട്ടിൽ തന്നെ. എല്ലാവരും നാട്ടിൽ തന്നെ. നാട്ടിൽ തന്നെ. എന്റെ കുടുംബത്തിൽ ആരെങ്കിലും കുടുംബത്തിൽ ഫസ്റ്റ് ഗൾഫിൽ പോകണം ഞാനാ. അപ്പൊ ഇങ്ങനെ പിടിച്ച് എയർപോർട്ടിൽ നിന്ന് പിടിച്ച് ബാഗ്. അപ്പൊ ഞാൻ ഉമ്മാനെ കണ്ടപ്പോൾ കുറെ വർഷങ്ങൾക്ക് ശേഷം കാണല്ലോ. അപ്പൊ ഉമ്മയും കരയുന്നു. ഞാൻ നേരെ പോയി ഉമ്മാനെ കെട്ടിപ്പിടിച്ച് ഈ ബാഗ് നേരെ ആ ഒരു സെന്റിമെന്റ്സിൽ നേരെ വാങ്ങി ഞാൻ എന്റെ ലഗേജിന്റെ ഒപ്പം വെച്ച്. എനിക്കറിയില്ല പാസ്പോർട്ട് എടുക്കുന്നു. പിന്നെ ഞാൻ നേരെ വീടെത്തിയിട്ട് എൻ്റെ ബാഗ് നോക്കും. പാസ്പോർട്ട് ഇല്ല, ഫോണില്ല, പേഴ്സില്ല, 3 സാധനമല്ല. ഞാൻ പറഞ്ഞ എൻ്റെ പേഴ്സ് എനിക്ക് വേണം. പാസ്പോർട്ട് ഫോണും വെച്ചോ, എനിക്കെൻ്റെ പേഴ്സ് ഉണ്ട് ചിലവിന്. അപ്പം പറഞ്ഞ് ഇല്ല, പാസ്പോർട്ട് ഇല്ല, ഒന്നുമില്ല, ഒന്നും എനിക്ക് തരില്ല. നിനക്ക് എന്തെങ്കിലും വേണം പറഞ്ഞാലേ ഞാൻ മേടിച്ചാലും എനിക്ക് എന്താ വേണ്ടി പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും പുറത്ത് വേണം. അപ്പത്തിനും വീട്ടിലൊക്കെ എത്തുമ്പോഴത്തേനും ആൾക്കാർ കൂടിക്കാൻ ഫ്രണ്ട്സ് എല്ലാവരും വന്ന്, എൻ്റെ ഫ്രണ്ട്സ് എല്ലാം വന്ന് വല്ല തീവ്രവാദികളെ പിടിച്ചോലായിരുന്നു. പിന്നെ അങ്ങനെ വീട്ടിൽ നോക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ട് കാര്യങ്ങളുടെ കുറെ വർഷങ്ങൾക്ക് ശേഷം ഒത്തിരി ആൾക്കാരൊക്കെ വന്നോ? കുടുംബക്കാർ വന്ന്, നാട്ടുകാർ വന്ന്, വീട്ടുകാർ വന്ന്, കസിൻസ് എല്ലാവരും ഉണ്ട്. എത്രപേരുണ്ടായിരുന്നു? കസിൻസിൽ കുറച്ച് വെറൈറ്റി ഞാൻ എന്താ വെച്ചാൽ കുറച്ച് അടിച്ചുപൊളി മെയിൻറ്റ് എല്ലാവരും ട്രിപ്പ് കൊണ്ട് ആദ്യം മുതലേ അങ്ങനെയായിരുന്നു. എല്ലാവരും വന്ന് കരച്ചിലും കാര്യങ്ങളെല്ലാം. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ എന്നുള്ള നിന്ന് എൻ്റെ റൂം മേലായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് എനിക്ക് എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് റൂമിലിരിക്കുക, പോസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഫോണില്ല, പേഴ്സില്ല, ഒന്നുമില്ല, പാസ്പോർട്ടില്ല. ഇപ്പൊ ഞാൻ ഇവിടുന്ന് മുങ്ങാണെങ്കിൽ പട്ടി ലോക്ക് എന്നൊക്കെ പറയുന്നത് ലോക്കായിരുന്നു. ലോക്കായിട്ട് ലാസ്റ്റ് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു പറഞ്ഞു. അല്ല, അതിന്റെ പേരിൽ പ്രശ്നം 100% ഉണ്ടാവുമല്ലോ. കാരണം നമുക്ക് ഡിപ്രഷൻ കയറി പ്രാന്താകല്ലേ. അല്ല, ഞാൻ ഫോണില്ല, പാസ്പോർട്ട് ഫോണില്ല. 3 ദിവസം ഞാൻ നിന്ന്. നാലാമത്തെ ദിവസം എപ്പോഴാണ് നമ്മള് റൈസ് ആയത്? അതാ എനിക്ക് ജാസിന്റെ അപ്പുറം ഞാൻ ആലോചിക്കും, ജാസി അവിടെ എന്തായിരിക്കും, എയർപോർട്ടിൽ വന്ന് എന്നെ കണ്ടില്ല, ജാസി എന്തായിരിക്കും, അതൊക്കെ ഞാൻ ആലോചിക്കണേ. നേരെ ഞാനതുണ്ട്. മറ്റൊരു ഫോണിൽ നിന്ന് വിളിക്കാനൊന്നും ശ്രമിച്ചില്ല? അല്ല, ജാസിന്റെ നാട്ടിലത്തെ നമ്പർ എനിക്ക് അറിയും, ഫോണിലുള്ള സേവ്. മറ്റൊരാളെ വിളിക്കാനായിട്ട് ഫോണും ഇല്ല. പിന്നെ ഒന്നാമത് എനിക്ക് ഇവിടുത്തെ ഫോൺ ഇട്ടില്ലെങ്കിൽ അല്ല, ഇവിടുത്തെ സിമ്മില്ല, 7 വർഷം ശേഷം വന്നാ. അപ്പൊ എനിക്ക് അങ്ങനത്തെ സംഭവമായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ആകെ എനിക്കറിയാം ജാസിന്റെ നാട് മലപ്പുറമാണ്, കുറ്റിപ്പുറമാണ് എന്നറിയാം. ജാസിന്റെ വീട്ടിൽ ഞാൻ അപ്പൊ പോയിട്ടൊന്നുമില്ല. പിന്നെ നേരെ ഒരു 4ാമത്തെ ദിവസം നൈറ്റ് ഞാൻ നേരെ എൻ്റെ വീട്ടിൽ പറഞ്ഞ ഒരു 8 മണിയാകുമ്പോൾ പറഞ്ഞു എനിക്ക് റൂമിലിടാൻ ചെരുപ്പ് വേണം. അപ്പൊ കവർ ഞാൻ മേടിച്ചിട്ട് നമ്പറിൽ ഞാൻ പോയി മേടിക്കാൻ നേരെ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് നേരെ ചെരുപ്പ് മേടിക്കാൻ വേണ്ടി പോയപ്പോൾ റോഡിന്റെ അപ്പുറത്താണ് ഷോപ്പ്. ഞാൻ ഇപ്പുറത്ത് നിന്നിട്ട് പറഞ്ഞു, ഞാൻ അപ്പുറത്ത് നീ വണ്ടി തിരിച്ചിട്ട് ഞാൻ പോയി ചെരുപ്പ് നോക്കട്ടെ. എന്നിട്ട് നേരെ പോയിട്ട് അത് അപ്പുറത്ത് കൂടെ പോയ റെയിൽവേ സ്റ്റേഷൻ. ഞാൻ അങ്ങനെ കയറി, എവിടെ ട്രെയിനൊന്നും പറഞ്ഞില്ല, കയറിപ്പോയി. ടിക്കറ്റ് മുങ്ങി. അപ്പം അവര് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം എന്താ ചേട്ടന്മാരൊന്നും കസിൻസ് ഒന്നും പറഞ്ഞില്ലേ, പോകുന്നൊന്നും ചോദിച്ചില്ലേ? ഇമ്മ മാത്രമേ ഉള്ളൂ. ഏട്ടൻ വരുമ്പോ 10 മണിയാണ്. പക്ഷെ ഇവന്റെ അടുത്ത് എല്ലാന്റെ അടുത്ത് പറയുമ്പോ രണ്ടാമത്തെ ഏട്ടൻ എവിടെയാ? രണ്ടാമത്തെ ഏട്ടനെ നമുക്ക് കയ്യിലെടുക്കാറുള്ളൂ. രണ്ടാമത്തെ ഏട്ടൻ പാവമേ. ഇത് ഏറ്റവും മൂത്ത ഏട്ടനായിരിക്കും. വലിയേട്ടന്റെ ആ ഒരു ഫ്രീഡം ഉണ്ട്. അപ്പൊ ഞാൻ നേരെ ചെരുപ്പ് പിടിക്കാൻ വേണ്ടി പോയി, നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് നേരെ ട്രെയിനിൽ കയറി പട്ടാമ്പി അവിടെ ഇറങ്ങിയിട്ട് ഞാൻ അവിടുന്ന് ഒരു ഫോൺ എടുത്തിട്ട് അവിടുത്തെ സഖാവ് പഞ്ചൊരാളുടെ നമ്പർ ഞാൻ കയ്യിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതെവിടെ നിന്ന് കിട്ടി? അതെങ്ങനെ വെച്ചാൽ എൻ്റെ ഫോണ് ഞാൻ തരുമ്പോൾ ഫോൺ ജസ്റ്റ് ഒന്ന് നോക്കാൻ കണ്ടോ. എൻ്റെ ഉച്ചയ്ക്ക് ഞാൻ ഫോൺ എടുത്തിട്ട് അതിന്റെ നമ്പറൊക്കെ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ടിക്ടോക്ക് ഉണ്ട് ഫോണിൽ, അതുകൊണ്ട് സിം ഊരാൻ പറ്റില്ല. സിം ഊരാ ടിക്ടോക്ക് നമുക്ക്. അല്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ജാസിയുടെ നമ്പർ ഇവിടുത്തെ നമ്പർ ഇല്ലല്ലോ. അവിടുത്തെ നമ്പർ വിളിച്ചില്ല, വാട്സപ്പ് കോൾ മാത്രം പോലും. പിന്നെ ഞാൻ അവിടെ ഒരു സഖാവ് പഞ്ചൊരാളുടെ മലപ്പുറത്ത് സഖാവിന്റെ നമ്പർ മെല്ലെ എഴുതി ഞാൻ നേരെ ട്രെയിനിൽ ഒരാളുടെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ കയറിയിട്ടുണ്ട്, സഖാവിനെ എയർപോർട്ടിൽ വിളിക്കാൻ പറയും, ഇങ്ങനെ കയറിയിട്ടുണ്ട്, ഞാൻ എവിടെ ഇറങ്ങി ചോദിച്ചപ്പോൾ നീ എന്നാൽ പട്ടാമ്പി ഇറങ്ങിക്കോ പറഞ്ഞു. അതുപോലെ ഇത്തരത്തിലുള്ള പ്രണയങ്ങള്, നിങ്ങളുടെ LGBTQ അത് കൂട്ടുകാര്യങ്ങൾക്ക് സഖാക്കന്മാരുടെ ഒരു നേതൃത്വമുണ്ട്. വേറെ ഒരാളും അതുപോലെ ചെയ്യല. എവിടെ വരെ എല്ലായിടത്തും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നി. കേരളം മൊത്തം ഒട്ടുക്ക് അങ്ങനെയാണ്. സഖാക്കന്മാരുടെ ഒരു സ്പെഷ്യൽ മൈൻഡ് സെറ്റ് ആണത്. ഇത് കുറ്റിപ്പുറ സഖാവായിരുന്നു. എന്നിട്ട് ആളിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആളെ നേരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിളിക്കാൻ വേണ്ടി വന്ന് നേരെ എടുത്തിട്ട് നേരെ ജാസിന്റെ വീട്ടിൽ നിന്ന്. അപ്പോഴും എനിക്ക് പേടി, എന്താ വെച്ചാൽ ഞാൻ ആലോചിക്കണമെന്ന് വെച്ചാൽ ജാസിന്റെ വീട്ടിൽ എനിക്ക് എത്ര വേണമെങ്കിൽ നിൽക്കാം, പക്ഷെ ജാസിന്റെ വീട്ടിൽ ഞാൻ നിന്നാല് ജാസിന്റെ ഉമ്മാക്കാണ് ആ പേര് വരിക. ജാസി ഞാനായിട്ടില്ലതിൽ ഉമ്മ എന്തിനു വേദനിക്കുന്നത്? ആ അയൽവാസിയിലൊക്കെ ചോദിക്കും, ഉമ്മയും കൂടി സപ്പോർട്ട്. മനസ്സിലായോ? ജാസിയായിട്ട് നമ്മൾ എങ്ങനെ പരിചയപ്പെട്ടു ഇതൊന്നും നമ്മളിവിടെ പറഞ്ഞിട്ടില്ല, തുടങ്ങുന്നുള്ളൂ. കഥ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് കിടക്കാം. ജാസിയായിട്ട് പരിചയപ്പെട്ട് ഞാൻ പറയാം. അതിപ്പോ പറയണ്ട, ഇത് ഈ സംഭവം
വീടെത്തി രാവിലെ ഫുഡ് കഴിച്ച് പിന്നെ ജാസിൻ പറഞ്ഞു ജാസിൻ നമുക്ക് ഇവിടുന്ന് പോവാം കൊച്ചി പോവാൻ. അങ്ങനെ അവിടുന്ന് കൊച്ചി കയറി വന്ന് അങ്ങനെ വന്നാണ് ഇപ്പോൾ ഇരുത്തം. അങ്ങനെ കൊച്ചിക്ക് വന്നതാ. ഞാൻ വീട്ടിൽ വിളിച്ച് പാസ്പോർട്ട് ചോദിച്ചു, പാസ്പോർട്ട് തരില്ല പറഞ്ഞു. പിന്നെ ഞാൻ റെഡിയാക്കാം പാസ്പോർട്ട്. ഉമ്മ പറഞ്ഞാൽ നീ നേരെ വിളിക്കാണ്ട് ഇവിടുന്ന് ദുബായി കഴിക്കോ പാസ്പോർട്ട്, അങ്ങനത്തെ അതാ പറയുന്നത്. അതാണ് അവസ്ഥ. ഓ അത് ഭയങ്കര ലോക്കായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതുകൊണ്ട് എനിക്ക് വന്ന നഷ്ടങ്ങള് ഷോപ്പ് കാര്യങ്ങള്. ഷോപ്പിൽ തൊടുത്തിന്റെ മാരേജ് ആണ്, ഞാൻ പോയാലേ നടക്കും. ഞാൻ പോയിട്ട് അവനെ വിടണം, ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. ഇങ്ങോട്ട് വരാൻ പറ്റില്ല. എന്താ വെച്ചാൽ പെർഫ്യൂമാണ് ഇത്. പെട്ടെന്ന് അണ്ണന്മാരെ ചേട്ടന്മാരെ കൊടുക്ക്, പെട്ടെന്ന് ഇത് അൽക്കമിസ്റ്റ് തരികയല്ലേ അവര്? എനിക്ക് തോന്നുന്നില്ല തരും. അവര് പറഞ്ഞു നീ നിക്ക് ഒരു 1 മാസം 1.5 മാസം നിക്ക്. അല്ല അത് പറഞ്ഞില്ല. അപ്പൊ നിങ്ങൾ കുറെ നാളത്തെ മറ്റേ എന്താ പറയാ ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിനാണെങ്കിൽ കാഞ്ചനമാല മൊയ്തിനുള്ള ആ സംവിധാനമായി ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. പ്രണയം മൂത്തിട്ട് അവസാനം പോയി കണ്ടുമുട്ടി. സഖാവ കൊണ്ടെത്തിക്കുന്നത്. സഖാവ് എത്തി. നേരെ ജാസിന്റെ സർപ്രൈസ്. സഖാവിനോട് എന്താ പറയാൻ തോന്നി ഈ സമയത്ത്? സഖാവിനെ സഖാവ് രാത്രി വിളിച്ചപ്പോൾ രാത്രി ഞാൻ 8 മണിക്ക് ഇറങ്ങിയിട്ട് എപ്പോഴാണ് അവിടെ എത്തുമ്പോ ലോക്കൽ ട്രെയിനൊന്നും തന്നെ അവിടേക്ക് ബ്ലോക്കായി 12-1 മണിയായി വന്നു. അവിടെ പട്ടാമ്പി അവിടെ എത്തി നിർത്തി. സഖാവ് ഒന്ന് പിക്ക് ചെയ്ത് നേരെ എറണാകുളം അല്ല നേരെ ജാസിന്റെ വീട്ടിലേക്ക്. ജാസിന്റെ വീട്ടിൽ അവിടെ ഉണ്ടായ ഇത് പറയാം കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി ജാസിന്റെ വീട്ടിൽ ഇവര് പറഞ്ഞു. പിന്നെ കുറച്ച് ജാസിന്റെ വീട്ടിൽ അയൽവാസിയിലൊക്കെ ചോദിക്കരുത് ആരാണ്. പിന്നെ എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയ ഇപ്പൊ ഇത്ര ഇതായില്ല. ഉമ്മയും കൂടി സപ്പോർട്ട്. അപ്പൊ ദുബായിൽ ജാസിന്റെ വീട്ടിൽ ഉമ്മയും ജാസിയും മാത്രമേ ഉള്ളൂ. അമ്മ അല്ല അപ്പൊ അവിടെ മാത്രമേ ഉള്ളൂ. ജാസിനിക്ക് 2 ഇത്താത്തമാര് അല്ലെങ്കിൽ അവരൊക്കെ ഉണ്ട്. അല്ല ഇപ്പൊ നിലവിൽ ഉമ്മയും ജാസിയുമാണ്. ബ്രോ പോകുമ്പോ ഉമ്മയും ജാസിയും മാത്രം. അത് അപ്പോഴത്തെ എന്താണ് അനുഭവം ചോദിക്കുന്നത്? വീട്ടിലറിഞ്ഞ് ഞങ്ങൾക്ക് ജാസി കരഞ്ഞോണ്ട് ഓടി വരുന്നു. അതൊക്കെയാണ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ജാസി ആശി നീ എവിടെ ഇരുന്ന് എന്തായിരുന്നു കാര്യങ്ങള്. ഞാൻ ചോദിച്ചു നീ എവിടെ ഇരുന്ന് എന്തായി അവിടെ പോയിട്ട്? നീ മറ്റേ എയർപോർട്ടിൽ പോയിട്ട് എന്താ വണ്ടടിച്ചാണ് നിൽക്കുന്നത്. സഖാവിന്റെ ഇവിടെ വണ്ടി വന്നിറങ്ങുന്നു. അല്ല സഖാവിന്റെ മുമ്പ് ഞാൻ വണ്ടി വന്നിറങ്ങി. ചെരുപ്പ് അങ്ങനെ ഇറങ്ങി. നേരത്തെ ഒരു ബോക്സർ മാത്രം. പക്ഷെ ഞാൻ പാന്റും ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങി പറഞ്ഞാൽ വീട്ടിലറിയും. പിന്നെ എനിക്ക് വേണ്ടിയത് എനിക്ക് എപ്പോഴും കോസ്റ്റ്യൂം എപ്പോഴും നിർത്തും. ഞാൻ ജാസിനി പറഞ്ഞ കുറച്ച് ഡ്രസ്സ് ആദ്യം എടുക്കാം. അങ്ങനെ പോയി കുറച്ച് ഡ്രസ്സ് എടുത്ത് അവിടുന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോഴത്തേനും മലപ്പുറത്തേക്ക് പാലക്കാട് കുറച്ച് ആൾക്കാർ വരുന്നൊക്കെ അറിഞ്ഞ് നേറ്റാമത്തെ എത്തും. പിന്നെ ആ കാര്യം കൂടെ ഇനി ഇവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യേണ്ട അവൻ്റെ അവിടെ നേരെ കൊച്ചി വന്നു. അതായിരുന്നു അവിടെ തന്നെ. പിന്നെ നിന്നൊന്നുമില്ല അവിടെ. ഇല്ല പിന്നെ വീട്ടിൽ രണ്ടുപേരും വണ്ടി കയറി സഖാവിനാണ് കൊണ്ടുപോയിട്ട്. സഖാവ് നേരെ അവിടെ കൊണ്ട് വിട്ട്. എനിക്ക് സഖാവിനൊന്ന് കാണാൻ പ്രണയം ലോലനായ സഖാവ് എപ്പോഴും ഇനി അല്ല പുള്ളി CPM എന്തെങ്കിലും ഭാരവാഹികളോ ആണോ? സഖാവ് എന്ന് വിളിക്കുന്ന സ്വാഭാവികമായിട്ടും CPM എന്തെങ്കിലും DYFIയുടെയോ CPM ഇവിടെ എന്തോ ഓഫീസിലെ കാര്യം ഞാൻ പിന്നെ കൂടുതൽ അന്വേഷിക്കാൻ പോയിട്ടില്ല. ഐഡിയ ഇല്ല അടുത്ത കാര്യങ്ങൾ. എല്ലാ സഖാക്കളും ഇത് കേൾക്കണം. സഖാവ് 1.5 സഖാവ്. അങ്ങനെ അവിടുന്ന് കൊച്ചി എത്തി. കൊച്ചിയിൽ നിന്ന് പിന്നെ വീട്ടിലേക്ക് വിളിച്ച് അങ്ങനത്തെ സംഭവം. പിന്നെ വീട്ടിൽ വിളിച്ചപ്പോൾ കുറെ സീനൊക്കെ ആയിരുന്നു. ഒരു മാസത്തോളം വിളിച്ചപ്പോൾ സംസാരിച്ചില്ല. പിന്നെ കാര്യങ്ങളൊക്കെ ഉമ്മ കരച്ചിലായിരിക്കും അല്ലേ? എനിക്ക് എന്നെക്കാട്ടി വലുത് അവരാണല്ലേ. ഞാൻ പറഞ്ഞ ഞാൻ അവിടെ വന്നപ്പോ പഴയ പോലല്ല ആരും. ആ ഒരു സംഭവം. അല്ല ഞാൻ ചോദിക്കുന്നത് എന്താ, അതായത് നിങ്ങൾ രണ്ടുപേരും എറണാകുളത്ത് എത്തിയതിന് ശേഷം സ്വാഭാവികമായിട്ട് ഞാൻ ഇവിടെ എത്തി എന്ന് പറയും. അപ്പോഴും ഫോൺ ഇവിടെയാ? വീട്ടിലാ? ഫോൺ ഇപ്പോഴും വീട്ടിലാണ്. എന്റെ ഫോൺ വീട്ടിലാണ്. ഫോണും ഇതെല്ലാം എന്റെ പേഴ്സ് കാർഡെല്ലാം എല്ലാം വീട്ടിലാ. അപ്പം എങ്ങനെയാണ് ഉമ്മാനെ വിളിച്ച് പറയുന്നത്? അപ്പൊ ജാസി സ്വാഭാവികമായിട്ട് സംസാരിച്ചോ? ഉമ്മായിട്ട് സംസാരിച്ചോ? ഇല്ല. പിന്നെ ഉമ്മക്ക് വിളിച്ച പിന്നെ സഖാവിന്റെ ഫോണില് എന്തായിരിക്കും പറഞ്ഞു? വിളിച്ചിട്ട് പറഞ്ഞു നീ ഇപ്പൊ മലപ്പുറം എത്തിയ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. നീ ഇപ്പൊ എവിടെ ഇല്ലെന്ന് അറിയാം. നീ 24 മണിക്കൂർ നീ ഇവിടെ എത്തും കണ്ടാ പറഞ്ഞു. സ്പോട്ടിൽ ഞാൻ അവിടെ നേരെ കൊച്ചിക്ക് വന്നു. കൂടുതൽ സംസാരിക്കാൻ ഞാൻ പറഞ്ഞ ആക്കാർ റെഡി നേരെ കൊച്ചിക്ക് വന്നു. കൊച്ചിയിൽ വൈപ്പിൽ നമുക്കൊരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്. അവളുടെ അടുത്ത് വന്ന് അവിടെ നിന്ന് അവിടുന്ന് പിന്നെ ഒന്നും ചെയ്യാനും പറ്റില്ല. പാസ്പോർട്ട് എന്ത് ചെയ്യണം ഒന്നും ഇതില്ല. പിന്നെ അപ്പം ഞാൻ ചോദിക്കുന്നത്, അപ്പം ആ സമയത്ത് വലിയ ഷൗട്ടിങ്ങോ തെറിവിളിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല? സ്റ്റേറ്റൊക്കെ കൂടുതൽ സംസാരിക്കില്ല. ഒരു ബിഗ് ബി മൂടാ അവിടെ. വിഷയക്കാരനാ. എന്താ പറയുക ഡയലോഗ് എന്നെല്ലാം പറയില്ലേ. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ഇപ്പൊ എവിടെയുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. എനിക്ക് ആരെ സപ്പോർട്ട് ഒന്നും അറിയില്ല. ഒക്കെ ഞാൻ സെറ്റാക്കി തരാം. ഈ സെയിം ടോൺ 24 മണിക്കൂർ റെഡിയാക്കി തരാം. ഓക്കെ. ജാസിന്റെ വാട്സപ്പ് നമ്പർ എന്റെ ഫോണിലുണ്ടല്ലോ. എന്റെ ഫോണോട് എല്ലാം കിട്ടും. ഇപ്പം അങ്ങനെ പോയി നിന്നത് ഇപ്പൊ 8 മാസമായി എങ്ങനെ നിൽക്കുക? 8-7 മാസമായി. പക്ഷെ കാര്യങ്ങൾ കറക്റ്റായി നടക്കുന്നുണ്ട്. ഇപ്പൊ ഷോപ്പിന്റെ കാര്യങ്ങൾ പിന്നെ എനിക്ക് മനസ്സിലായി വീട്ടുകാർ നിർദ്ദാകളുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഇപ്പോ
ആധാർ കാർഡെങ്കിലും വേണം പാസ്പോർട്ടിന് വേറെ എടുക്കണമെങ്കിൽ, മനസ്സിലായോ? പിന്നെ പാസ്പോർട്ട് നേരെ പോണത് അവിടേക്ക് ആയിരിക്കും, വീണ്ടും അവർ പിടിച്ചു വെക്കൂലേ. അതുകൊണ്ട് പിന്നെ അതിന് കൂടുതൽ ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ ഒരു വേറെ പാസ്പോർട്ടിന് ഞാൻ പിന്നെ കൂടുതൽ ട്രൈ ചെയ്തില്ല. വീട്ടിൽ വിളിച്ച് അങ്ങനെ ഇങ്ങനെ എന്നെപ്പം ഇങ്ങനെ ആക്കി. ഞാൻ ഒരു സംഭവത്തിൽ ഇപ്പൊ ഇവിടെ കൊച്ചിയിൽ എന്ന് പറഞ്ഞാൽ, അപ്പൊ സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് ഈ എന്താ ആശിയുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ വീട്ടിലായതുകൊണ്ടാണ് ഇപ്പൊ തൽക്കാലം നിങ്ങൾ ദുബായിലേക്ക് പോവാതെ ഞാൻ പോകാണ്ടിരിക്കുന്നത്. ജാസി പിന്നെ എന്താ വെച്ചാൽ ജാസിന്റെ ഇത് റിവ്യൂ ചെയ്തല്ലോ, മറ്റേ ജാസി ട്രാൻസ്ഫർ. ജാസിക്ക് ഇനി പോകണം പറഞ്ഞാല് ജാസിക്ക് പുകയിടുന്നു. എങ്ങനെയാ വെച്ചാല് ഫസ്റ്റ് ആണെന്നുള്ള ആ ഒരു അല്ല സർജറി ചെയ്തു എന്ന് പറയുന്നുള്ളതാണോ? ഒരിക്കലല്ല. അതായത് ഫഹദ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, അതൊന്നും സീനില്ല. പുള്ളിയാണ് പറയുന്നത് ബാൻ ചെയ്തു എന്നുള്ള രീതി. അത് കള്ളമാണ്. ഇപ്പൊ ജാസിക്ക് എന്താ വെച്ചാല് ജാസി അതൊരു ആൺകുട്ടിയായിട്ട് അവിടെ നിന്നാണ്. ഇനി ഇവിടെ വന്നിട്ട് എല്ലാം റിവ്യൂ ചെയ്ത് ലേഡീസിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് ഇനി അവിടേക്ക് പോകുമ്പോൾ ആൺകുട്ടിയായിട്ട് പോകാൻ പറ്റില്ല. ഒന്ന്. രണ്ടാമത് ആൺകുട്ടിയായിട്ട് പോയാലും അവിടെ നിന്ന് ഡ്രസ്സെല്ലാം മാറ്റി ലേഡീസിന് ഇട്ട് ആൾമാടത്തിന് കേസെടുക്കുന്നു. ഇനി ലേഡീസായിട്ട് പോകുകയാണെങ്കിലും ഫുൾ അവിടെ പോയ ഒരു ദിവസം 48 മണിക്കൂർ എന്തായാലും അവിടെ എയർപോർട്ടിൽ ഒരു റൂമുണ്ട്, അതിൽ നിന്ന് ഫുള്ള് ചെക്കപ്പ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് സർജറി എല്ലാം ചെയ്തിട്ട് പോയാലും എന്ന് വെച്ചാൽ ഓൾറെഡി ഐ ടെസ്റ്റ് ആണായിട്ട് ചെയ്തല്ലേ. ആ സമയം ഒരിക്കൽ ആണായിട്ട് ഇനി പുതിയ പാസ്പോർട്ട് എടുത്തോ. രണ്ടുപേർക്കും പാസ്പോർട്ട് പുതിയ. എനിക്ക് പാസ്പോർട്ട് ഇപ്പൊ ഇന്ന് പോയിട്ട് ഇപ്പൊ ഇക്കാനും വേണ്ടി ഉണ്ടാവും പാസ്പോർട്ട്. എനിക്ക് ഞാൻ നാളെ പോകും. തരുവോ? ചുരുട്ട് ചിലപ്പോ എടുത്തിട്ട് മെയിൻസ് അല്ല, ചുറ്റല്ല. നമ്മൾ ഒരിക്കലും ഞങ്ങളുടെ ഡയലോഗ് അടിച്ച് വാങ്ങാൻ നടക്കില്ല. എന്താ വെച്ചാൽ ഞാൻ പറയുന്നത് എന്റെ അവന്റെയും ബോഡിയിൽ ഒരേ ബ്ലഡ് എല്ലാം ഓടുന്നത് ആണ്. പക്ഷെ എന്റെ ഒരു അഭിപ്രായം വെച്ച് ഇക്കാടെ മുമ്പിൽ പോയിരിക്കുന്നതായിരിക്കും. ഇക്കാന്റെ മുമ്പിൽ ഞാൻ പിന്നെ പോയി ഇത് പിന്നെ പോയിട്ടുണ്ട്. 7 മാസമായി പോയിട്ടില്ലല്ലോ. ആശിക്ക് തന്നെ അറിയാം പോയാ ഇടി കൺഫേം ആണ്. നമുക്ക് പ്രൊമോഷൻ ഇനോഗ്രേഷനൊക്കെ വരും. പാലക്കാട് സ്കിപ്പിംഗ് ഏതിലോട്ട് പോകാനില്ല ബ്രോ. പാലക്കാട് എന്താ വെച്ചാല് ജാസിയൊക്കെ പറഞ്ഞ നമുക്ക് തേങ്ങ പാലക്കാട്. പക്ഷെ ത്യാഗങ്ങളെ സഹിക്കുന്നത് ഒരു പ്രണയത്തിന് വേണ്ടി. ഒന്ന് ആലോചിച്ച് ബാഡ് കമന്റ് അറിയണോ? അതെ അതെ, അത് സത്യം പറഞ്ഞാൽ അതൊരു ഇതാണ്. ആശ അങ്ങനെ കൊണ്ടുവന്നൊക്കെ ഇവര് പറയുന്നുണ്ട്. ബട്ട് എന്റെ വേദന എന്റെ കാര്യങ്ങൾ എനിക്കറിയാം. ഒരുപാട് എൻ്റെ വീട്ടുകാരുടെ വോയിസ് ഇറങ്ങുന്നത് കാര്യങ്ങൾ ഓരോരുത്തർ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത് വെച്ചാൽ ഞാൻ ഇപ്പൊ ജാസിനെ ഇപ്പം ഞാൻ ഒഴിവാക്കിയിട്ട് പോയി വിചാരിച്ചാൽ എന്നെ ഒരു 100 കൈ സ്വീകരിക്കും. പക്ഷെ ഞാൻ കൊടുത്തൊരു വാക്കുണ്ട്, മനസ്സിലായോ? ആ ഒരു ഇതിന്റെ പുറത്താണ് ഇപ്പോഴും നിൽക്കുന്നത് അല്ലേ? ഇപ്പൊ ഞാൻ ഇപ്പൊ വരുമ്പോഴൊക്കെ ഞാൻ വീട്ടിലേക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, വീട്ടിൽ വിളിച്ച് സംസാരിക്കും. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഇത്രയും കഥകളൊന്നും ആദ്യമായിട്ടായിരിക്കും ഇത് കേൾക്കുമ്പോൾ ചിലപ്പം ഒരു പരിധിയിലുള്ള ആൾക്കാരെങ്കിലും നിങ്ങൾ ചെയ്യുന്ന തെറ്റ് എന്താ എന്ന് ചിലപ്പോൾ ഒരു ചോദ്യം വരാണ്ട് സാധിക്കും. പക്ഷെ ഞാൻ ഇപ്പൊ കണ്ടില്ല, ഞാൻ ചെയ്യുന്നത് ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആർക്കും അത് എന്താണെന്നറിയാമോ, നമ്മുടെ ഈ കേരളത്തിന്റെ ചുറ്റുപാടെന്ന് പറയുന്ന പക്ക യാഥാസ്ഥിക ചിന്താഗതിയോടുകൂടി പൗരാണിക രീതിയിൽ പക്ക ഓർത്തഡോക്സ് ആയിട്ട് രീതി പോകുന്നവരാണ്. അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. പക്ഷെ പണ്ടത്തെ വെച്ച് ഒരുപാട് മാറ്റം വന്നില്ല, ഒരുപാട് മാറ്റം വന്നു. ഇപ്പൊ 2025 2019 അതായത് കൊറോണയ്ക്ക് മുമ്പുള്ള സാഹചര്യമാണ് ഇപ്പം. ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, ആദില നൂറ, നിങ്ങൾ, അതുപോലെ തന്നെ എത്രയോ പേര് ട്രാൻസ്ജെൻഡേഴ്സ്, ഇവരൊക്കെ മുഖ്യധാര മാധ്യമങ്ങളിലൂടെയൊക്കെ ജനങ്ങളോട് ഞങ്ങൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറയും. ജനങ്ങൾക്ക് പണ്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സിനോടുള്ള ഒരു അവജ്ഞ ഇന്ന് ഒരുപാട് മാറിയിട്ടില്ലേ? എനിക്കങ്ങനെ കേട്ടോ തോന്നുന്നത്. എനിക്ക് ഇത്രയും നാളത്തെ ഈ ഒരുപാട് മാറ്റങ്ങൾ പിന്നെ ഒരുപാട് മാറിയിട്ടുണ്ട്. എങ്കിലും ഉണ്ട് ഒരു വിഭാഗം നിങ്ങളെ ടോർച്ചർ ചെയ്യാൻ ഉണ്ട്. നേരെ തല്ലിയാലും 2 പക്ഷമാണ്. അങ്ങനെ അപ്പൊ ഉണ്ടാവും. അപ്പൊ അതിനങ്ങനെ ഞാൻ എപ്പോഴും ചിന്തിക്കുമ്പോൾ നമുക്കൊരു എതിരാളി ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ല, എനിക്കും സത്യം പറഞ്ഞാൽ നിങ്ങളെ ട്രോളണം എന്നുള്ള രീതിയിലൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളുടെ ഈ കഥയെല്ലാം കേൾക്കുമ്പോൾ നമുക്കും തോന്നുന്നുണ്ട്. ഞാനിപ്പോ പിന്നെ ഒന്നിന് റീപ്ലൈ കാര്യങ്ങളൊക്കെ അവരങ്ങനെ അതിനെ പറ്റി നിങ്ങളുടെ ജീവിതം നിങ്ങൾ ജീവിക്കട്ടെ അല്ലെ, അങ്ങനെ ചിന്തിച്ചാൽ പോലല്ലേ മനുഷ്യന്മാർക്ക്. വേറെ ആൾക്ക് വേണ്ടി നമ്മൾ മാറണം എന്തിനാ? അതെ, ആ രീതിയിൽ അങ്ങനെ പോയാൽ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞു നമ്മൾ കാട് കയറി ഒരുപാട് പോയി. അപ്പോൾ നമ്മൾ ദുബായിൽ എത്തിയതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത്. എങ്ങനെ ദുബായിൽ പരിചയപ്പെട്ടു? ദുബായിൽ എത്തുന്നതിന് മുമ്പ് ഇതിനു മുമ്പ് ജാസിനെ അറിയാം. അതെങ്ങനെ അറിയാമെന്ന്? അതിന് ഒരുപാട് ഇന്റർവ്യൂ ബനിതലടക്കം വന്നില്ല കാര്യം. എങ്ങനെ? ഞാൻ ഫുട്ബോൾ പ്ലെയർ ആണ് പറഞ്ഞില്ല, ഞാൻ ഒലോക്കോട് ഒരു ഇതിൽ കളിക്കാൻ വേണ്ടി പോയപ്പോൾ ജാസിന് ഫസ്റ്റ് എവിടെയും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ? പക്ഷെ കേട്ട് കണ്ടിട്ടില്ലല്ലോ ഞാൻ ഒരിടത്തും. ഒരുപാട് വനിതലടക്കം വന്നിട്ടുള്ള വനിത എഴുതി വന്നിട്ടുള്ളതായിരിക്കും. ഞാൻ ഈ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട് പറഞ്ഞില്ല ഞാൻ.
അപ്പൊ ഞാൻ ഫുട്ബോൾ കളിക്കാൻ ഒലോക്കോട് പോകുമ്പോ ജാസിന്റെ ഫാമിലി ഒരു ലേഡിയും കൂടിയാണ് അവിടെ ഉണ്ടായിരുന്നത്. ജാസിന്റെ ഫാമിലി ജാസി ആ സമയത്ത് പുരുഷനാ വീടെല്ലാം വെച്ചുള്ള പുരുഷൻ. അപ്പൊ ജാസിന്റെ ഫാമിലിയിലെ കുട്ടീനെ ഞാൻ ഫസ്റ്റ് ആയിട്ട് നോക്കിയത്. അപ്പൊ ഇവിടെ ദേപ്പൻകുട്ടി നിൽക്കണ ശരിയാ, ഞാൻ എവിടെയോ ചെറുതായിട്ട് കേട്ടോ. എന്നിട്ട് നോക്കിയത്. എന്നിട്ട് അപ്പോ ഞാൻ എങ്ങനെ വെച്ചാൽ ഇപ്പൊ ജാസ്തിനെ ഞാൻ ഒരു ലേഡിനെ ഫോക്കസ് ചെയ്ത് പറഞ്ഞാല് അവളുടെ കൂടുതൽ ഫ്രണ്ട്സിനെ ആദ്യം കയ്യിലാക്കുക, എന്നിട്ട് ആ മുഖേനയാണ്. അപ്പൊ അങ്ങനെയാണ് ജാസ്തി എന്താ അതിനെ പറയുന്നത്, ഇവർക്ക് രണ്ടുപേരുടെയിലും മറ്റേ എന്താ സംസാരിക്കാനെ കുറച്ച് ധൈര്യം കൊണ്ട് ജാസിന്റെ ഡയറക്റ്റ് ജാസിന്റെ വർഷം നടക്കില്ല. അപ്പൊ ഞാൻ നേരെ ആ കുട്ടിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ജാസിന്റെ ഇത് അടിച്ച് നമ്പർ അടിച്ചു. അപ്പൊ മറ്റേ ഫോണാ എക്സ്പ്രസ് മ്യൂസിക് ആണോ. അപ്പൊ ജാസിന്റെ അടുത്ത് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ കുട്ടിയുടെ പേരെന്താന്നൊക്കെ ചോദിച്ചു. പിന്നെ ജാസി ഡെയിലി ഫോൺ ചെയ്യലായി. അപ്പൊ എനിക്ക് തേപ്പ കിട്ടിയപ്പോ ജാസി ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു. അപ്പൊ ഞാൻ ദുബായ് പോയിട്ടാ, ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു. പിന്നെ കാര്യങ്ങളായി, പിന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഇത് എങ്ങനെ കൈയെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് മരിക്കാൻ വേണ്ട ആ കുട്ടിക്ക് വേണ്ടി. അപ്പൊ അപ്പോഴൊക്കെ നിന്നുള്ള ജാസൻ എന്റെ കൂടെ കൈ കട്ട് ചെയ്തിട്ടുണ്ടോ അതിന്റെ പേരില്ല? ഫസ്റ്റ് റിലേഷൻഷിപ്പിന്റെ പേരില്, അതായത് ആദ്യത്തെ അതിന്റെ പേരിൽ ആ സമയത്തൊക്കെ ജാസിയായിട്ട് കണക്ഷൻ ഉണ്ട്. കോൾ ചെയ്യും. അപ്പൊ ജാസിയായിട്ട് അപ്പൊ എത്രാമത്തെ വയസ്സില്ല കണക്ഷൻ? ആദ്യം കാണുന്നതും സംസാരിക്കുന്നതും ദുബായിൽ പോണ ഒരു 6 മാസം മുമ്പെല്ലാം. അപ്പോൾ ഏകദേശം ഒരു 17 വയസ്സിൽ 18 വയസ്സിലല്ലേ പോകുന്നത്? 18 വയസ്സ് സ്റ്റാർട്ടിങ്ങിൽ. ആ സമയത്താണ്. അപ്പൊ സത്യം പറഞ്ഞാൽ ഏകദേശം 12 വർഷത്തെ ബന്ധമായി. 12 വർഷത്തെ ബന്ധമുണ്ട്. പക്ഷെ റിലേഷൻഷിപ്പ് ആയിട്ട് ഒരു 10-9 വർഷമായിട്ടുള്ളൂ. പിന്നെ കുറച്ചുണ്ടായി. പിന്നെ എല്ലാത്തിനും വേറെ കാര്യങ്ങളായി. പിന്നെ എനിക്കെന്ന് വെച്ചാൽ ഇതെന്ത് സംഭവം ഇങ്ങനെ പോകണം. പിന്നെ എനിക്കൊരു ഇഷ്ടങ്ങൾ തോന്നി. പക്ഷെ മനത്തിന്റെ ഒക്കെ മരിക്കുന്നില്ല മൈൻഡൊക്കെ ആയപ്പോൾ ഒരുപാട് പറഞ്ഞ് മോട്ടിവേഷനൊക്കെ തന്ന് മൈൻഡൊക്കെ മാറ്റി. അപ്പോൾ ഭയങ്കര ഒരു കെയറിങ് തന്നു. സത്യം പറഞ്ഞാൽ ഓപ്പണായി പറയട്ടെ, ഈ ട്രാൻസ് എന്നുള്ള സാധനത്തിനെ എൻ്റെ വാപ്പല്ലേ, എൻ്റെ വാപ്പാൻ്റെ കൂടെ ഞാൻ എൻ്റെ വാപ്പാൻ്റെ പെങ്ങന്മാരൊക്കെ തമിഴ്നാട്ടിൽ അടിച്ചു. അവിടേക്ക് പോകുമ്പോൾ ഈ ട്രെയിനിൽ നിന്നൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പൊ അവിടെ ക്യാഷ് ഒക്കെ തരും, അവരിങ്ങനെ കൈയിട്ടൊക്കെ എന്താ പറയുമല്ലോ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് അന്വേഷിക്കും. പിന്നെ ജാസി അങ്ങനെ സംഭവമാണ്. പിന്നെ എനിക്ക് വേറെ ഒരു ട്രാൻസ്ലേറ്റ് എനിക്കൊരു കമ്പനി ഒന്നുമില്ലേ. ഫസ്റ്റ് ജാസിനായിട്ട് മാത്രം കണ്ട് കാര്യങ്ങളായി. പിന്നെ ജാസി ഇങ്ങനെ പറയും ഇങ്ങനത്തെ കാര്യങ്ങള്. ഞാൻ അവരെ ദൈവങ്ങളെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അവരിങ്ങനൊക്കെ ആക്കുമ്പോ ചെറുപ്പത്തിൽ ഇങ്ങനെ ഇതൊക്കെ പോകുമ്പോ അങ്ങനെ. അതിനുശേഷം ജാസിനെ കണ്ട് അതിനുശേഷം ജാസി ബസ് പ്രപ്പോസ് ചെയ്തു. അതിനു മുമ്പ് ജാസി അപ്പൊ എങ്ങനെയാ പിന്നെ ആദ്യം പോകുന്നത്? ദുബായിക്ക് പോകുന്നു. ആ ലേഡിനെ കണ്ട് ജാസി പിന്നെ എങ്ങനെ എത്തി ദുബായിലേക്ക്? ജാസി ബെന്റ് പറഞ്ഞ് അങ്ങനെ എത്തി. എന്റെ അടുത്ത് നോക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഞാൻ 18 വയസ്സായ ഒരു കുട്ടിയാ, ചെക്കനാ. ഒരു അബുദാബിയിലെ ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്കാ ഫസ്റ്റ് പോകുന്നത്. അപ്പൊ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ ജാസി വരെ ഷാർജക്കാൻ, ആള് ദുബായിലാ, ഞാൻ അബുദാബി. അപ്പൊ ജാസി വന്നിട്ട് 6-7 മാസം കഴിഞ്ഞിട്ട് കാണാം. അവിടെ ഷോപ്പിൽ ലീവ് ഒന്നുമില്ല. പിന്നെ എനിക്ക് അറിയില്ല എങ്ങനെയാണ് ട്രാവൽ ചെയ്യുക. ഞാനെന്ന് വെച്ചാൽ മോർണിംഗ് ഡ്യൂട്ടിക്ക് ബസ് പോവും, പഞ്ചയും കയറും, ഈവനിങ് വരും. ഒരു ഷെഡ്യൂൾ ലൈഫാ. പുറത്തേക്കൊന്നും പോലും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരു 6-7 മാസം കഴിഞ്ഞ് നാട്ടിലേക്ക് വന്ന് ഇവിടെ വന്ന് കണ്ട് കാര്യങ്ങളായി. പിന്നെ റിലേഷൻഷിപ്പായി. അപ്പൊ ആദ്യം പ്രപ്പോസ് ചെയ്യുന്നത് ജാസി പ്രപ്പോസ് ചെയ്തു. അപ്പൊ എന്തോ അല്ലെ എവിടെയാണ് അതിന്റെ റോങ് ഒന്നും ബ്രോയ്ക്ക് തോന്നിയില്ലേ? അതായത് ഒരു 2 പുരുഷന്മാരാണല്ലോ, ഈ ഞങ്ങൾ അങ്ങനെ തോന്നുവോ, ഇങ്ങനെ തോന്നുന്നു, അങ്ങനെയൊക്കെ ട്രാൻസ്ജെൻഡേഴ്സിനെ ആദ്യം കാണുന്നത് അങ്ങനെ ട്രെയിനിലാന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനെ കുറിച്ചൊന്നും അത്ര വലിയ ധാരണ കാണുകയല്ല. ഇപ്പോഴും ഞാൻ പറയും ധാരണ എനിക്കില്ല. ഇപ്പോഴും ഇല്ലല്ലോ. രണ്ട് മനസ്സുകള് നമ്മൾ ഇഷ്ടപ്പെട്ടു പോയി. ഫസ്റ്റ് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്താ ദത്തം പറയാൻ അടുത്ത് പറയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാ എന്താന്നറിയില്ല. എനിക്കും മനസ്സ് പറഞ്ഞ് ഫുൾ ടൈം ഒരു ദിവസം വിളിച്ചെങ്കിൽ പ്രശ്നം. അപ്പൊ ഫസ്റ്റ് 2 ദിവസം വിളിക്കാണ്ടിരുന്നു നോക്കാം. വിളിക്കാണ്ടിരിക്കുമ്പോഴും ആ ടൈം ആകുമ്പോൾ മനസ്സിലായ വീട്ടിൽ വിളിക്കുന്നതിനെക്കാട്ടി കൂടുതൽ. അപ്പൊ ഇതൊക്കെ മലയാളികൾ കേൾക്കണം കേട്ടോ. ഇതെങ്ങനെ അല്ല, ഇത് സത്യം പറഞ്ഞാൽ മലയാളികൾ കേൾക്കേണ്ട ഒരു കഥയാണ് അല്ലെ. എങ്ങനെയാണ് ഇത് എല്ലാവർക്കും ഉള്ള ഡൗട്ട്, ഇത് എന്താണ്, ഇതെന്താ സംഭവം, ജാസി ഇവർ തമ്മിൽ ഇതെന്താ പരിപാടി, ഇതെന്താ സംഭവിക്കുന്നത്? അല്ല, അത് മനസ്സിലാക്കാൻ വേണ്ടി ഇതിപ്പോൾ ഇത്രയും കഥ കേൾക്കുമ്പം എനിക്കിപ്പം ഇത്ര നേരം 1 മണിക്കൂറോളായിട്ട് ഇത് കേട്ടോണ്ടിരിക്കുന്ന ആളെന്നില്ല എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് കേൾക്കുന്ന മലയാളികൾക്ക് മനസ്സിലാവും എന്നാണ് ഞാൻ കരുതുന്നത്.
എന്നിട്ട് വിളിക്കുമ്പം ഭയങ്കര ഒരു ദിവസം വിളിച്ചിട്ട് ലാസ്റ്റ് എൻ്റെ ഫ്രണ്ടിനെ ഞാൻ പറഞ്ഞു എങ്ങനെയൊക്കെയാണ് സംഭവം, ഒരു ദിവസം വിളിച്ചില്ലെങ്കിൽ ഭയങ്കര സീനൊക്കെ വേണ്ട, അവിടുന്ന് സീനാക്കണേ, എനിക്ക് സീനാണ്, വിളിക്കാണ്ടിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പറഞ്ഞേ നീ ഒരു കാര്യം ചെയ്യ്, വിളിക്കണ്ട. കെയറിംഗ് ആയിരുന്നു ജാസി. അത്രയും കെയറിംഗ്, ഫുഡ് കഴിച്ച കാര്യങ്ങളൊക്കെ. ജാസി എന്താ വെച്ചാൽ ജാസി അവിടെ ഒരു റെസ്റ്റോറന്റില്, അതായത് മറ്റാരും കിട്ടാത്ത കെയറിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. അതാണ് അത്രയും അല്ലേ. എന്താ വെച്ചാല് നാട്ടിലത്തെ അഫെയർ ആണ് പറഞ്ഞാൽ ഡെയിലി ഇങ്ങനെ ഒരു ആഴ്ചയിൽ ഒരു ദിവസം വിളിക്കും, അല്ലെ എപ്പോഴും വിളിക്കും, അങ്ങനെയായിരുന്നു ആ ഒരു കണ്ടീഷൻ ആയിരുന്നു. എന്നിട്ട് റിസപ്ഷനിലായിരുന്നു ജാസി വർക്ക് ചെയ്യുന്നത്. ജാസി റിസപ്ഷനിൽ ഫോൺ എടുത്ത് വിളിക്കും. അപ്പത്തിന് പിന്നെ അവിടെ ഫോണുകളായി കാര്യങ്ങളായി, പിന്നെ ഫോൺ എടുത്ത് വിളിക്കും കാര്യങ്ങളായി. എന്നിട്ട് പിന്നെ ജാസി പറഞ്ഞ അല്ല എൻ്റെ ഫ്രണ്ട് പറഞ്ഞ് നീ ഒരു കാര്യം ചെയ്യുന്നത്, എനിക്ക് ഫാമിലി കല്യാണം ആലോചിക്കണ്ടെന്നുള്ള സംഭവം പറയുക. അങ്ങനെ പറഞ്ഞപ്പോൾ ജാസി ഒരേ കരച്ചില്. അപ്പം എനിക്കൊരാൾ കരയുമ്പോൾ പൊതുവെ എൻ്റെയും കണ്ടെന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞു നീ എന്തിനാ കരയുന്നേ. ഏത് പ്രായമാ? 22, 23 ആ ഒരു പോയിട്ട് 22, 23 ഒരു 5-6 വർഷം കഴിയുമ്പോൾ അല്ലേ ദുബായിലെത്തി. ഒരു 5-6 വർഷം കഴിയുമ്പോൾ 18-ാം വയസ്സിൽ എത്തി. ഒരു 23, 24 വയസ്സിലെ കഥയായി പറയും. 20 വയസ്സ് 20 വയസ്സ് 2 വർഷമായുള്ളൂ. 20 വയസ്സ് 18 20-ാം വയസ്സിലപ്പോൾ കല്യാണം ആലോചിക്കാൻ തുടങ്ങിയോ? അല്ല 18 വയസ്സ്. നമ്മൾ വെറുതെ ഒന്ന് പറയാണ്, ആലോചിക്കല്ല. അല്ല അവൻ പറഞ്ഞ ഫ്രണ്ട് പറഞ്ഞു അങ്ങനെ പറഞ്ഞു. 19 വയസ്സിലാണോ ആശിക്കും ഇഷ്ടമായിരുന്നു ജാസിനെ. ഇഷ്ടം. ഞാൻ അതിലെ പറഞ്ഞു, ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞതാണ്, ഞാൻ എനിക്കും ഫോൺ ഇങ്ങനെ ചെയ്യാണ്ടിരിക്കുമ്പോ എനിക്കും പ്രശ്നങ്ങളുണ്ടെന്ന്. ഞാനതാ ഓപ്പണായി എനിക്കും പ്രശ്നങ്ങളുണ്ട്. അപ്പോഴാണ് അവൻ പറഞ്ഞ് അവിടുന്ന് ഡബിൾ പ്രശ്നം ഉണ്ടാക്കും, നീ എന്താ വിളിച്ചില്ല. പിന്നെ അവനത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് ഇങ്ങനെ വീട്ടിൽ കല്യാണം ആലോചിച്ചു, ഒരു ഫാമിലി ഒരു കുട്ടീനെ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് പറഞ്ഞിട്ട്. അങ്ങനെ ഞാനൊരു ഫേസ്ബുക്കിൽ കയറി ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒരു കൈയിൻ്റെ എടുത്തിട്ട് നേരെ വിട്ടു കൊടുത്ത്. അപ്പോൾ അവിടെ നിന്ന് ഒരു കരച്ചില് കാര്യങ്ങളൊക്കെ. അതിന് പിറ്റേ ദിവസം പ്രപ്പോസ് ചെയ്ത് പിന്നെ ഇഷ്ടമായി. പിന്നെ അവൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ് ഫ്രണ്ട് പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ വരും, നിനക്ക് ഇഷ്ടമാണ് നീ നോക്കറാ. പിന്നെ വാക്കും കൊടുത്ത് കൂടെ ഉണ്ടാവും, പിന്നെ കൊടുത്തുന്നത്. അങ്ങനെ ഇപ്പം ഇത്ര നാളായി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം സ്വാഭാവികമായിട്ടും മറ്റൊരു മലയാളികളുടെ എല്ലാവരുടെയും ഒരു ഡൗട്ടാണ്, അത് പൊതുവേ ഇപ്പോൾ എന്താ പറയുക, സോഷ്യൽ മീഡിയയിലൊക്കെ അത് ഭയങ്കര വലിയ രീതിയിൽ അത് ചർച്ചാ വിഷയം ചെയ്തു. ഉമ്മായും ജാസിയും തമ്മിലുള്ള ഒരു വോയിസ് റെക്കോർഡ് ഒരു ഭയങ്കര ചർച്ചാ വിഷയമായിരിക്കും. അതിൻ്റെ അടുത്ത് പറയുന്നത് ജാസി ആഷിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഒരിക്കലല്ല, ഞാൻ വീട്ടിൽ നിന്ന് ചാടി വന്ന ഞാനാണ്, എനിക്ക് ഇവിടുന്ന് ചാടി. ഒന്നാമത് ഞാൻ ഒരു ബോയ്, എനിക്ക് അത്യാവശ്യ കാര്യങ്ങൾ എല്ലാത്തിനും ഇതുണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് ഞാൻ ചാടി വന്നാണ്, ഇത്രയും ഫാമിലി ഇതിൻ്റെ ഇടയിൽ. പിന്നെ ജാസിൻ്റെ അടുത്ത് ചാടി പോയി എനിക്ക് സിമ്പിൾ ആയിരിക്കും, അത് മനസ്സിലാക്കിയാൽ. അതുപോലെ തന്നെ മറ്റൊരു കമൻറ്റുകൾ വരുന്നുണ്ട്, അതായത് ജാസിയും ഉമ്മായും തമ്മിലുള്ള സംഭാഷണത്തിൽ ഉമ്മയോട് വളരെ റൂഡായിട്ട് ജാസി സംസാരിച്ചത് കുണ്ടന് വിളിച്ചോ എന്ന് പറഞ്ഞു. അതൊക്കെ കേൾക്കുമ്പോൾ ഒരു വിഷമം തോന്നാറില്ലേ? എനിക്ക് എൻ്റെ ഉമ്മാൻ്റെ വോയിസ് ഇതിൽ വന്ന് നല്ല സങ്കടം. ഞാൻ ജാസിന്ന് പറയും, ജാസിക്കും അറിയാം. ജാസി പറഞ്ഞെന്ന് വെച്ചാൽ ഉമ്മായിട്ട് ഇങ്ങനെ പറയുന്നത്, പിന്നെ ഓരോരുത്തരും മുതലെടുക്കാണ്. ഇപ്പൊ ഇനി ബ്രോ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് വിട്ട് ആഷിൻ ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി തരാം പറഞ്ഞാൽ ബ്രോന്റെ നമ്പർ അടിച്ച് എൻ്റെ അമ്മ ചാറ്റ് ചെയ്യും. പക്ഷെ ഉമ്മാക്ക് വേറെ ഒന്നുമില്ല, എന്നെ അവിടെ കിട്ടിയാൽ മതി. എൻ്റെ സ്നേഹം കൊണ്ടാണ്, അതെനിക്കറിയാം, മനസ്സിലായോ. അപ്പൊ അതിലൊരുപാട് ആൾക്കാർ മുതലെടുത്ത്. പക്ഷെ ജാസിനെ എങ്ങനെ വിളിച്ച്, ജാസിനെ എന്ന് വെച്ചാൽ എൻ്റെ മോനെ അങ്ങനെ വശീകരിച്ച് നിർത്തിയ എൻ്റെ ഇപ്പോഴും ആരോ എടുത്തൊരു വീഡിയോ പറഞ്ഞ ആഷിക്ക് ജാസി എന്താണ് എവിടെ കൊണ്ടുപോയി പൂജിച്ച് നിർത്തിയാണ്, അത് നിർത്തിയാന്ന്. എനിക്ക് അങ്ങനത്തെ സംഭവമൊന്നുമില്ല ബ്രോ. ബ്രോ ഇത്രയും സംസാരിച്ചാൽ എന്താ മനസ്സിലായത്? അല്ല, എനിക്ക് ഇത്രയും സംസാരിച്ചെന്ന് മനസ്സിലാക്കാൻ പറ്റിയത് നിങ്ങൾ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ, പച്ച മലയാളത്തിൽ പറഞ്ഞ കണക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് മനസ്സുകൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ടായി. ആ കണക്ഷൻ ഫിസിക്കലി എല്ലാം ഉണ്ട് സംബന്ധിച്ച് ഓക്കെ. പക്ഷെ എങ്കിൽ പോലും ആ മനസ്സുകൾ തമ്മിലുള്ള ആ അടുപ്പ് നിങ്ങൾക്ക് ഒരു കാരണവശാലും വിച്ഛേദിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒഴിവാകാനായിരുന്നെങ്കിൽ ആഷിക്ക് ഇതിന് മുമ്പേ ഒഴിവാകാം. അതായത് വീട്ടിൽ പിടിച്ചു വെച്ച സമയം അത് മാത്രം പറഞ്ഞാൽ മതി, എന്റെ പാസ്പോർട്ടിൽ നിന്ന് പിടിച്ചു എനിക്ക് ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒഴിവാ. എന്നിട്ടും ചാടി പിന്നെ നാട്ടിൽ അല്ല. അപ്പൊ അതിനകത്ത് വേറൊരു ഇതും കൂടി ഉണ്ട്, അതായത് ജാസിയാണ് ആഷിനെ പിടിച്ചു വെച്ചിരിക്കുന്നത്, ജാസി വിളിച്ചാണ് വരുത്തുന്നതെന്ന് പറയുന്നതിനൊരു എന്താ പറയാ കോൺട്രഡിക്ഷനും കൂടിയാണിത്. 4 ദിവസം വിളിക്കാനുള്ളത് എന്നിട്ട് പോയി എന്നുള്ളതാണ്. അപ്പം എന്തോ നിങ്ങൾ തമ്മിൽ എന്തോ ഒരു ബോണ്ടുണ്ട്. എന്തായിരിക്കാം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രം അറിയാവുന്ന കാര്യമാണ്. അതൊരു ബന്ധമാണ്. അതെങ്ങനെ നിങ്ങൾക്ക് വിശദീകരിക്കാൻ പറ്റും? എന്താണത്?
ഞാൻ എനിക്ക് കേട്ടിടത്തോളം എനിക്ക് മനസ്സിലായത് എന്താണ് ഫുൾ ടൈം ജാസി അതിന്റെ കൊടുത്ത് എപ്പോഴും ഞാൻ പുറത്തു പോകുമ്പോൾ ജാസി ഇല്ലാണ്ട് അതാ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോ എന്താ പറഞ്ഞത് ഇന്ന് വരെ ഒറ്റയ്ക്ക് കണ്ടിട്ടില്ല ഒറ്റയ്ക്കിലാണ് അത് ഞാൻ പറഞ്ഞു. അപ്പൊ എല്ലാവരും ചോദിക്കും നീ എന്താ ഒറ്റയ്ക്ക് പുറത്തു വരാൻ? ഞാൻ ജാസിന്റെ പറയും, ജാസിയുടെ പറയും ആശി ഞാൻ ഫ്രണ്ടിന്റെ അടുക്ക് പോകണ്ട, കരിഷ്മന്റെ അടുക്ക് പോകും, കരിഷ്മന്റെ അവളുടെ അടുക്ക് പോകട്ടെ പറയും. അപ്പൊ ഞാൻ പറഞ്ഞ റെഡി പറയും. ഒരു 10-15 വട്ടം ജാസി എടുക്ക് വിളിക്കും, അതിനെക്കാട്ടി 20 വട്ടം ഞാൻ അടുക്ക് വിളിക്കും. അതിനെക്കാട്ടി നല്ല പോകുമ്പോൾ ഒപ്പം പോയപ്പോഴേ ആ ഒരു സംഭവം ഞാൻ മനസ്സിലായോ? എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല. സംശയരോഗം വല്ലതും ഉണ്ടോ? സംശയരോഗങ്ങൾ കാര്യങ്ങൾ എല്ലാത്തിനും പറയാം. പണ്ടൊരു ഇടി കിട്ടിയ ഒരു പറഞ്ഞാൽ അത് ഞാൻ പറയാം. ഒരുപാട് ആൾക്കാർ പിരിക്കാൻ നോക്കിയിട്ടുണ്ട്. അതെന്താ സംഭവിച്ചത്? അത് സമയമല്ലേ അത് സത്യമാനം പറയാൻ താല്പര്യമില്ലാത്ത കാര്യം. എങ്കിൽ പോലും തമാശ രീതി പറഞ്ഞു പോയാ തമാശ രീതി പറയാ പറഞ്ഞാല് അന്ന് എൻ്റെ ഒരു വാശിയായിരുന്നു. വാശി പറഞ്ഞാല് ഞങ്ങളൊരു ക്ലബ്ബിൽ പോയതാ. ആ ക്ലബ്ബിൽ നിന്ന് പോയതാ. അപ്പൊ ജാസിന്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ജാസിന്റെ കൂടെ ഉള്ളതെല്ലാം ജാസിന്റെ ഫ്രണ്ട്സാ. എന്റെ ഒരു ഫ്രണ്ട്സ് ഉണ്ടാവില്ല. അപ്പൊ എന്തെങ്കിലും പ്രശ്നം വരുമ്പോ അവരെല്ലാരും ഒന്നാവും. ജാസിന്റെ കൂട്ടുകാരല്ലേ. അപ്പൊ ഞാൻ അപ്പൊ ഞാൻ വേറെ ടീം സർക്കിൾ നോക്കിയതാ. പക്ഷെ എത്രത്തോളായി അതിന് ഇത്ര ഒറ്റതുള്ളൂ. അത് ഇത്രത്തോളായി. അതിൽ ഒരുപാട് ആൾക്കാർ മുതലെടുത്ത്. അല്ലാതെ വേറെ പ്രശ്നം കാര്യങ്ങളൊന്നും വേറെ പ്രശ്നം ഞങ്ങളുടെ നാട്ടുഭാഷ ദേഷ്യത്തിന് ഇവിടക്കൊന്ന് കിട്ടിയവരാ കൈ എന്നാലും ഇപ്പൊ ഇവിടക്കൊന്നിട്ട് ഇത്ര ചുമന്ന് ഇവിടെ ചുമന്ന് ജാസി 10 അടി അടിച്ച് വേദനിച്ചിട്ട് അവർ കുത്തുത്തി. പിറ്റേ ദിവസം ലൈവ്, രാവിലെ ഉറങ്ങിണെങ്കിൽ ലൈവ് വീഡിയോ എല്ലാരും. ഞാൻ ഫോണ് സൈലന്റ് ആയിട്ട് ചെറിയ 47-46 മിസ് കോൾ ഫോൺ ആലാക്കിന്റെ എല്ലാരും വിളിയോട് വിളി നോക്കണം. ഇങ്ങനെ വീഡിയോ ഇട്ടിരിക്കും കയറി നോക്കണം. അല്ല, അടി ഉണ്ടായതിനു ശേഷം ആശി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അല്ല, ഞങ്ങൾ ഒരു റൂമിൽ താമസിച്ചു തന്നെ. അപ്പൊ രാത്രി വേറെ റൂമിൽ പോയി. അതേ ഉള്ളൂ. നമ്മൾ ഈ ക്ലബ്ബുകള് ഇടയ്ക്ക് പോക്കുണ്ട്. അപ്പൊ അങ്ങനെ പോയിട്ട് ഒരു ഇതിന്റെ പേരില് വീഡിയോന്റെ ഒരു വാശിപ്പുറത്ത് ആ ഒരു സ്ത്രീയുടെ പേരിലുള്ള പ്രശ്നം ഉണ്ടായത് മൊത്തം. അത് പേര് പറയാൻ താല്പര്യമില്ലാണ്ട് സ്കിപ്പ് അത് എനിക്ക് മനസ്സിലായി. ജസു എന്ന് പറയുന്ന ആ സ്ത്രീയുടെ പേരിലാണ് ഈ വിഷയം മൊത്തം ഉണ്ടാകുന്നത്. അവരാണ് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ ആ ഒരു മൂന്നാമത്തെ ഒരാൾ വരുന്നെന്ന് പറഞ്ഞ ഒരാളുടെ ഹെൽപ്പ് ചോദിച്ചാണ്. ഹെൽപ്പ് ചോദിക്കാറ ജാസിന്റെ ഒരു ഫ്രണ്ട്സ് ചിലപ്പോ 4 ഫ്രണ്ട്സ് ഉണ്ട്. 5ാമത്തെ ഞാന്. ജാസിക്കുള്ള വില എടുത്തിട്ടുള്ളൂ എനിക്കുണ്ടാവുള്ളൂ. ജാസിന്റെ ഫ്രണ്ട്സാ. ഞാൻ ഒരു ടീം സർക്കിൾ വേറെ നോക്കിയതാ. സത്യം പറഞ്ഞാൽ അന്ന് നല്ലൊരു ഇടി കിട്ടിയിട്ടുണ്ട്. അതുള്ള നല്ലൊരു ഇടി കിട്ടി എന്നെ കടിക്കേ ചെയ്ത്. എന്നെ കടിക്കേ ചെയ്ത്. പിന്നെ മാന്ത ഒരു സംഭവം ഇങ്ങനെയല്ല സംഭവം. പക്ഷെ എനിക്ക് വാങ്ങിച്ച പിന്നെ ഒരു ഇടി അടിച്ച് അത് വീണ്. പിന്നെ ഇവിടെ ഒരു റെഡായി. പിന്നെ ഞാൻ നോക്കുന്ന ലൈവ് ആകാണ്. ജാസിനെ വിളിച്ച് ഈ കഥ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സംസാരിച്ച് നോക്കാം. എന്താ പറയുന്നത്? ഞാനിതിപ്പോ ആലോചിച്ചതാണ്. ജാസി എന്ന് പറഞ്ഞാല് ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ എനിക്ക് സ്കിപ്പ് ആകാം. എനിക്ക് ഇങ്ങനത്തെ കാര്യം കൂടി സംസാരിക്കാൻ താല്പര്യമില്ല. ജാസിയാണ് ചുമ്മാ സംസാരിക്കാം. നമുക്ക് ജാസിയോട് ചോദിച്ചാലോ എന്താണ് സംഭവം, എന്താണ് നൈസായിട്ട് ഒന്ന് സംസാരിച്ച് നോക്കിയാലോ? വിളിക്കാം അല്ലേ? ഇപ്പൊ ചിലപ്പം ഇത് എറിയും കേട്ടോ, എന്തായാലും എറിയും. ഇത് നിങ്ങളിപ്പോ നെഗറ്റീവാണ് നിങ്ങൾക്ക് വരുന്നെങ്കിലും ഉള്ള സത്യമാണെങ്കിലും ഇതാണെങ്കിലും ഞാൻ ഇത് ഏറെ ചെയ്യുന്നതായിരിക്കും. വിളിച്ചു നോക്കാം. കേൾക്കാൻ പറ്റുന്നുണ്ടോ? അത് ഫുൾ സൗണ്ട് കൂട്ടിക്കോ. അടുപ്പിച്ച് വെച്ചോ. ഹലോ, എവിടെ? ഞാനിതാ വീട്ടിലുണ്ട്. വീട്ടിലാ? ഞാൻ റിയാസ് ഖാന്റെ കൂടെ ഇവിടേക്ക് വന്നതാ. എവിടേക്ക്? ഞാൻ മലപ്പുറം പോവാന്നുള്ള സെറ്റപ്പില്ല. ഞാൻ ലേറ്റ് ആവട്ടെ വരാന്. ലേറ്റ് ആവും. നീ ഹലോ അല്ല, ഉള്ള സത്യം പറഞ്ഞു. ഇന്റർവ്യൂ ആരെന്ന് പറഞ്ഞു. ഇന്ന ഒരു സംസാരം വന്നെന്ന് തന്നെ പറഞ്ഞു. ജാസി ഒന്ന് പ്രാങ്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചാ. പക്ഷെ എനിക്ക് ഡ്രാമ കളിക്കാത്ത കൊണ്ട് ചമ്മി നല്ല രീതിയിൽ ചമ്മി. ഹലോ, ഞാൻ പറയാം. അതായത് നിലവിലെ സാഹചര്യത്തിൽ ജാസി ആശിയും തമ്മിലുള്ളൊരു പ്രശ്നത്തെക്കുറിച്ചാണ് എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. മറ്റേ ഇടി കൊടുത്തില്ലേ, കട്ടായി പോയി. എന്താ നിങ്ങൾ താല്പര്യമില്ലേ? കട്ടാക്കി വിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. കട്ടാക്കിയതാ. വേറെ ആൾ ഇന്റർവ്യൂല് ഒന്നുകൂടി വിളിച്ചു നോക്കാം. ഇന്റർവ്യൂല് വേറെ കലിപ്പായോ? അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ മതിയോ? ഞങ്ങൾക്കറിയാതെ കേട്ടോ. ഞങ്ങൾ മുൻകൂട്ടി കണക്കാക്കിയിരുന്നതാണ്, വിളിച്ചു വരുത്തിയതാണ്. ഒരു ആകാംക്ഷ സന്തോഷവും ഇല്ല കണ്ടിട്ട്.
ഞെട്ടി മുഖം നോക്ക് വളരെ സംസാരിച്ചോണ്ടിരിക്കുന്നു. അതാണോ ഇങ്ങനെ വളരെ വലിയൊരു കാര്യമാണ് സംസാരിച്ചോണ്ടിരുന്നത്. എന്തായിരുന്നു? ഞാൻ സത്യം പറയട്ടെ, ഞാൻ ഇപ്പൊ വിചാരിച്ചു ജാസി ആദ്യമായിട്ടായിരിക്കും ആഷി ഇങ്ങനെ ഒരു ഒറ്റയ്ക്ക് ഇന്റർവ്യൂ ഇതുവരെ വന്നിട്ടില്ല. എവിടെ പോകുമ്പോഴും ആഷി ഞാനോ ഒരുമിച്ചാണ്. ഞങ്ങളിത് മുൻകൂട്ടി പ്ലാൻ ചെയ്തിരുന്നു, ജാസിയുടെ ഇങ്ങനെ ഒരു സർപ്രൈസ് ഇന്റർവ്യൂ. എന്നോട് ചോദിച്ചു, എന്റെ ഒപ്പം വന്നാ പോരില്ലേ കൊറേ വട്ടം ചോദിച്ചു. അപ്പൊ ഞാൻ ഇല്ല, ഞാൻ വരുന്നില്ല, നീ പോവാന്ന് അങ്ങനെ ജസ്റ്റ് അങ്ങനെ പോയതാണ്. പക്ഷെ ഇതെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തിരുന്നു കേട്ടോ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ചമ്മി തരാന്നറിയാമോ? അപ്പൊ നമുക്ക് ബാക്കി നമുക്ക് ഇരുന്ന് നമുക്ക് ബാക്കി ജാസിന്റെ ഇത് സംസാരിക്കാനുണ്ട് കുറച്ച്. ഇവിടെ എന്തൊരു ക്വസ്റ്റ്യൻ വലിയൊരു ചോദ്യം. ഇവിടെ അതായത് ഈ ഇവിടെയും ഇവിടെ രണ്ട് പാട് കൊടുത്തൊരു സംഭവം ഇല്ലേ, ഇടി കൊടുത്ത്, അതാണ് സംസാരം. ഇരിക്കി